കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. கர்த்தருடைய நாமம் இந்த காலை நேரத்திலே ആശീർവദിക്കപ്പെടുവதாக. ചെന്നൈ സെൻട്രൽ ഡിസ്ട്രിക്റ്റിന്റെ ഈ 29ാമത് കൺവെൻഷന് സംബന്ധിക്കുവാനായി, പ്രത്യേകിച്ച് കർത്തൃ ദിവസം കർത്താവിന്റെ വചനം സംസാരിക്കുവാനായി എനിക്ക് ലഭിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. இந்த 29வது சென்னை சென்ட்ரல் டிஸ்ட்ரிக்டுடைய வருடாந்திர கன்வென்ஷனிலே உங்களோடு கூட இருக்கும்படிக்கும் கர்த்தருடைய வார்த்தை பகிர்ந்து கொள்ளும்படிக்கும் எனக்கு கொடுக்கப்பட்டிருக்கிற വായ്പക്കാக ദൈവത്തിന്റെ നാമത്തിற்கு നന്ദി ചെലുത്തുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവൽ സി വർഗീസിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അപൂർവം ആൾക്കാർക്ക് കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ നിമിഷങ്ങളിൽ പറഞ്ഞത് പറയുവാൻ സാധിക്കുകയുള്ളൂ. கர்த்தருடைய தாசர் பாஸ்டர் சாமுவேல் சி வர்கீஸ் அவர்களுக்காக நான் தேவனுடைய நாமத்தை மகிமைப்படுத்துகிறேன். மிகவும் குறைவான ചിലവர்களால் மட்டும்தான் அவர் கூறியது போல பேச முடியும். ഇങ്ങനെയുള്ള കർത്താവിന്റെ ദാസന്മാരെ ദൈവം സഭകൾക്ക് നേതൃത്വത്തിൽ നൽകുന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. இவ்விதமான சில ஊழியர்களை கர்த்தர் தலைமை സ്ഥാനങ്ങളിൽ வைத்திருப்பதினாலே நான் தேவனுக்கு நன்றி செலுத்துகிறேன். കർത്താവിന്റെ ദാസനോടൊപ്പം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാര് പാസ്റ്റർ എസ് എബ്രഹാം, പാസ്റ്റർ ബേബി തോമസ്, മറ്റെല്ലാവരെയും ഞാൻ ഒരു വാക്കിൽ വന്ദനം ചെയ്യുന്നു. அவ்விதமாய் அவரோடு கூட இருக்கிற, அவரோடு கூட துணையாக இணைந்து ஊழியம் செய்கிற பாஸ்டர் எஸ் எப்ரஹாம், പാസ്റ്റർ ബേബി തോമസ് അവർക്കും ഞാൻ മനമാർന്ന വാഴ്ത്തുക്കളെ. എനിക്ക് മുമ്പ് കർത്താവിന്റെ വചനം സംസാരിച്ച പാസ്റ്റർ ബിജു ഫിലിപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. எனக்கு മുൻപാக தேவனுடைய வாசனத்தை பகிர்ந்து கொண்ட பாஸ்டர் பிஜு பிலிப் அவர்களுக்காகவும் கர்த்தருடைய நாமத்துக்கு மகிமை செலுத்துகிறேன். ഈ മീറ്റിംഗിനെ കുറിച്ച് എന്നോട് വിളിച്ചു പറയുകയും ദീർഘനാളുകളായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബി പാസ്റ്ററുമായിട്ടുള്ള ബന്ധം അതും ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. இந்த கூட்டத்தை குறித்து என்னை கூப்பிட்டு என்னை அழைத்து இந்த காரியங்களை சொல்லி பாஸ்டர் எபி തോമസ് அவர்களோடு நான் நன்றி சொல்கிறேன். അനേക നാட்களாக எனக்கு அவருக்கும் നല്ലൊരു ഉറവുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് പ്രിയ ഫിന്നി മാത്യു സാറിനെ കണ്ടു. ഏറ്റവും സന്തോഷമായി. കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്ന പ്രിയ സാറിനെ ഇവിടെ കണ്ടതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. இங்க வந்த பிறகு ഫിന്നി മാത്യു സാറെ കാണുம்படிக்கு கர்த்தர் எனக்கு மறுபடியும் ஒரு வாய்ப்பை கொடுத்தார். நான் அவருக்கு அதிகமான கனத்தையும் மரியாதையும் கொடுக்கிற ஒரு நபர். அவர் கர்த்தருக்காக வல்லமையான ஊழியம் செய்கிறவர். ഈ കൺവെൻഷന്റെ സമാപന നിമിഷങ്ങളിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. இந்த കൺവെൻഷനുடைய முடிவிற்குள்ளாக நாம் கடந்து வந்திருக்கிறோம். ഒരു പ്രോഗ്രാമിന് അപ്പുറമായിട്ട് ദൈവത്തിന്റെ ആലോചന കേൾപ്പാൻ വേണ്ടി നമ്മൾ ഒരുക്കത്തോടെ ഇവിടെ വന്നിരിക്കുകയാണ്. இங்கே நடந்த நிகழ்ச்சிகளை காட்டிலும் அப்பாறாக தேவனுடைய வார்த்தையை கேட்கும்படிக்காக நாம் கடந்து வந்திருக்கிறோம். എല്ലാ സജ്ജീകരണവും ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഇവിടെ നടക്കുന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തിന് ഞാനും മഹത്വം കരയേറ്റുന്നു. இங்கே எல்லா காரியங்களும் சரியாக ஒழுங்குபடுத்தப்பட்டிருக்கிறது. அதற்காகவும் நான் தேவனுக்கு நன்றி செலுத்துகிறேன். ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തകൾ ഓരോ മീറ്റിംഗിൽ, പ്രത്യേകിച്ച് ഒരു കൺവെൻഷന്റെ ഒക്കെ സക്സസ് അളക്കുമ്പോൾ വചനത്തിലൂടെ രൂപാന്തരം വരുത്തിയതാണ് ഏറ്റവും മേളിലായി കാണേണ്ടത്. தேவனுடைய வார்த்தை மூலமாக ஒரு கூடுகையில் எவ்வளவு மாற்றங்கள் உண்டாகிறதோ அதை தான் நான் மேன்மையாக பார்க்க வேண்டும். അങ്ങനെയെങ്കിൽ വളരെ ഗൗരവത്തോടെ ഏകാഗ്രതയോടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകാം. அப்படியாக இருக்கிறோம் என்றால் ஆண்டவருடைய வார்த்தைக்குள்ளாக நாம் மிகவும் கனத்தோடும் கவனத்தோடும் கடந்து செல்லுவோம். ഭൗതിക ഭക്ഷണത്തിനുണ്ടാകുന്ന ആവേശത്തിന്റെ എത്ര മടങ്ങ് അധികം വേണം ദൈവത്തിന്റെ വചനത്തിന്റെ അടുക്കലേക്ക് പോകാൻ. உலக பிரகாரமான உணவை காட்டிலும் மிகவும் அதிகமான மடங்கு வாஞ்சை ஆண்டவருடைய வார்த்தைக்குள்ளாக நமக்கு உண்டாயிருக்க வேண்டும். ഇന്നലെ രാത്രി ചിന്തിച്ചു തുടങ്ങിയ വേദഭാഗത്തിന്റെ തുടർമാനമായിട്ടാണ് ചിന്തിപ്പാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നത്. நேற்று இரவிலே நாம் இந்த இடத்திலே பேசிக்கொண்டு இருந்த அந்த வசனத்தின் தொடர்ச்சியாகவே உங்களோடு கூட பகிர்ந்து கொள்ள விரும்புகிறேன். ഒരു പക്ഷെങ്കിൽ പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് ഗലാത്യ ലേഖനം എന്ന് കരുതുന്നവരുണ്ട്. ചില നബറുകൾ വിധമായി വിശ്വാസിപ്പതുണ്ട്. പുതിയ ഏർപ്പാടിലെ முதலாவது எழுதப்பட்ட ஒரு நிரூபமாய் இருக்கலாம் கலாத்திய நிருபம். ചിലര് പറയുന്നു യാക്കോബാണ് ഗലാത്യ ലേഖനമാണോ, യാക്കോബാണോ തെസ്സലോനിക്ക ലേഖനമാണോ, ഇതൊക്കെ അക്കാഡമിക് ഡിബേറ്റ് ആണ്. എന്നാൽ ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ് ഗലാത്യ ലേഖനം. நாம் பார்க்கிறோம் யாக்கோபினுடைய நிருபம் இருக்கிறது, தெசலோனிக்கர் இருக்கிறது. விதமாய் நிருபங்கள் இருக்கும் பொழுதும் கலாத்தியருக்கு உரிய கனம் கொடுக்கப்பட்டிருக்கிறது. AD 49 എഴുതിയെന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ പഠനത്തിൽ എനിക്ക് അതാണ് മനസ്സിലായത്. AD 49 ഇത് എഴുതപ്പെട്ടത് என்பதை நான் என் ആരാய்ச்சிയിലെ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ റൈറ്റിംഗ്, ക്രൈസ്തവരുടെ ഇടയിലുള്ള ആദ്യത്തെ എഴുത്തിന്റെ ആദ്യ വാക്യങ്ങളാണ്
വളരെ വ്യത്യസ്തമായ ഒരു ഭാഷാ ശൈലിയോടെ വരുന്നു. அப்படியாக இருக்கிறது என்றால் கிறிஸ்தவர்களுக்காக எழுதப்பட்ட கடிதங்களிலே முதலாவது கடிதமாக மிகவும் அருமையான மொழிகளிலே எழுதப்பட்ட கடிதமே கலாத்தியர். ഈ സാധാരണയായിട്ടുള്ള ജനങ്ങൾ ലേ പീപ്പിൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് സുവിശേഷങ്ങളൊക്കെ എഴുതിയത് ഈ ഗലാത്യ ലേഖനം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ എഴുതിയത്. ബൈബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സുവിശേഷം ആദ്യമാണെങ്കിലും ലേഖനങ്ങൾ കഴിഞ്ഞിട്ടാണ് പല സുവിശേഷങ്ങളും. அநேக நபர்கள் இருந்த ஒரு நாட்களில் எழுதப்பட்டிருந்ததினாலே நாம் பார்க்கிறோம் இந்த சுவிசேஷ புஸ்தகங்கள் எழுதப்பட்டதற்கு முன்பாகவே இந்த நிரூபணங்கள் எழுதப்பட்டது. ஆனால் பைபிளிலே முறையாக அதை செய்யும் பொழுது സുവിശേഷ പുസ്തകങ്ങൾ മുതലാവത് എഴുതുന്ന പ്രകാരமாக കാണുகிறோം. ഈ 6 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് നാടൻ ഭാഷ ഞാൻ ഉപയോഗിക്കുക ഒരു പച്ച മനുഷ്യന്റെ മനോവികാരങ്ങളാണ്. നാം பார்க்கிறோம் இந்த அதிகாரங்களிலே நாம் பார்ப்பது ஒரு பச்சையாக இருக்கிற மனுஷனுக்குள்ளாக இருக்கிற அவனுடைய உணர்வுகள் எழுதப்பட்டிருக்கிறது. ഒരു വേഷം കെട്ടുമില്ല, ഒരു പോളിഷുമില്ല, തന്റെ അകം വെളി വരുന്ന ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. அவர் எந்த விதமான வேஷமும் இன்றி, அவர் எந்த விதமான மாயத்தையும் சேர்க்காமல் அவர் உள்ளத்தை இந்த நிரூபணத்துக்குள்ளாக பகிர்ந்திருக்கிறார். ഒന്നാം വാക്യത്തിൽ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല എന്ന് പറയുമ്പോ യേശു കർത്താവുമായിട്ടുള്ള തന്റെ ബന്ധം, യേശു കർത്താവാണ് തന്നെ ശുശ്രൂഷയ്ക്കാക്കിയതെന്നുള്ള ബോധ്യത്തോടെ ഡിഫെൻഡ് ചെയ്ത് അഗ്രസീവായിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. முதலாவது வசனத்திலே அவர் எழுதும் பொழுது மனிதனாலேயோ மனிதன் மூலமாகவோ அல்ல என்றவர் குறிக்கும் பொழுது கர்த்தராகிய இயேசு கிறிஸ்துவினோடு கூட இருக்கிற அவருடைய ஆழமான உறவை குறித்து തെളിവാക அந்த இடத்திலே வெளிப்படுത്തുகிறார். ഒന്നാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ യേശു കർത്താവിന്റെ ദാസനാകാൻ കഴിയത്തില്ല എന്ന വാക്കുകളും തന്റെ അധരങ്ങളിൽ. ഒന്നാമത് அதிகாரத்தின் 10வது வசனத்துக்குள்ளாக அதை இன்னும் அதிகமாக தெளிவோடு கூட கர்த்தராகிய இயேசு கிறிஸ்து மூலமாகவே இவ்விதமான காரியங்களை நான் செய்து வருகிறேன் என்பதை தெரிவிக்கிறார். ഒരാളെയും കസ്റ്റഡിയിൽ കിട്ടാത്ത, ഒരാൾക്കും വാങ്ങിക്കാൻ ഒക്കാത്ത യേശു കർത്താവിന്റെ അടിമയായി ജീവിക്കുന്ന പൗലോസിന്റെ ലേഖനം. எந்த ஒரு நபருடைய கஸ்டடிக்குள்ளாகவும் போகாத ஒரு சூழ்நிலையிலே கர்த்தராகிய இயேசு கிறிஸ்துவுக்கே ஒரு அடிமையாக வாழும்படிக்கான உண்மையான வாஞ்சையோடு இருந்தவர் பவுல். തന്റെ ലേറ്റ് 30s മിഡ് 30s ആയിരിക്കും ഈ ലേഖനം എഴുതുന്ന സമയം. அவர் ஒரு 30 വയതിൽ இருக்கிற ഒരു കാലഘട്ടത്തിലെ இந்த நிரூபணத்தை எழுதியிருக்கலாம். നമ്മള് സാധാരണ പറയത്തില്ലേ 500 ചർച്ച് ഞാൻ സ്ഥാപിച്ചു, ചെല്ലു പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം. 1000 ചർച്ച് ഞാൻ സ്ഥാപിച്ചു. പൗലോസ് 15 ചർച്ചിൽ ഉള്ളിൽ 15 ചർച്ചിന് അകത്തെ സ്ഥാപിച്ചിട്ടുള്ളൂ എന്നാണ് ചരിത്രം മനസ്സിലാക്കുന്നത്. അനേകർ சொல்லுவதுண்டு நான் 100 சபைகளை ஸ்தாபித்திருக்கிறேன், 1000 சபைகளை ஸ்தாபித்திருக்கிறேன், நமக்கு அற்புதமாக இருக்கும். ஆனா பவுல் 15க்கும் குறைவான சபைகளை தான் ஸ்தாபித்திருக்கிறார். നമ്മൾ ചിലപ്പോ പറയത്തില്ലേ ഞാൻ ഇത്രയും പേരെ സ്നാനപ്പെടുത്തി. പൗലോസ് കൊരിന്ത് ലേഖനത്തിന് ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുക, അയ്യോ ഇത്രയും പേരെ തന്നെ കൂടിപ്പോയി, ഞാൻ മറ്റു പലരെയും സ്നാനപ്പെടുത്താത്തതിനായി സ്തോത്രം. நாம் பார்க்கிறோம் பவுல் அநேகர் சொல்லுகிறார்கள் நான் இவ்வளவு நபர்களை ஞானஸ்நானம் கொடுத்திருக்கிறேன். ஆனால் பவுல் கொரிந்தியருக்கு எழுதும் பொழுது தெளிவாக சொல்லுகிறார் குறைந்த ஜனங்களை மட்டுமே அவர் ஞானஸ்நானம் கொடுத்திருக்கிறார் என்று தெளிவாக எழுதுகிறார். അത് സ്നാനം വേണ്ടാത്തോണ്ടല്ല, തനിക്ക് അത് വെച്ചൊരു പേര് വേണ്ട, അതിന്റെ നമ്പേഴ്സ് അല്ല തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ஞானஸ்நானம் கொடுப்பதற்காக அல்ல, ஆனால் அதன் மூலமாய் அவருக்கு ஒரு கணம் தேவையில்லை என்கிற ஒரு சிந்தனையோடு கூட அந்த காரியங்களை இங்கே குறிக்கிறார். പൗലോസിന്റെ മിനിസ്ട്രിയിൽ ഒരു 50 years സെലിബ്രേറ്റ് ചെയ്യാൻ ഇല്ല. കാരണം 30 or 25 വർഷമേ താൻ ശുശ്രൂഷ ചെയ്തുള്ളത്. அவருடைய வாழ்க்கையிலே 50 வருஷங்கள் ஊழியம் செய்ததை கொண்டாடுவதற்கு எந்த வாய்ப்பும் இல்லை. ஏனென்றால் ஒரு 25 30 வருடம் தான் ஊழியம் செய்திருக்கலாம். തന്റെ 63 65 66 വയസ്സിൽ മിഡ് 60s മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ നീറോ ചക്രവർത്തി. 60 വയது കാലഘട്ടത്തിலேயே அவர் இந்த உலகத்தை விட்டு அவர் கடந்து போனதாகவும் நாம் ஆண்டவருடைய வார்த்தை மூலமாக ഈ ലേഖനത്തിൽ 3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. തന്റെ ഇമോഷൻസ് വെളി വരുന്ന 3 വാക്യം நாம் பார்க்கிறோம். அவருக்குள்ளாக இருக்கிற உணர்ச்சிகளை, இந்த உணர்வுகளை வெளியே கொண்டு வருகிற 3 வார்த்தைகளை நாம் இங்கே காண வேண்டும். 1ന്റെ 6ാമത്തെ വാക്യത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു, ഐ ആം ഷോക്ക്ഡ്.
ஒன்றாவது அதிகாரத்தின் 6வது வசனத்தை சொல்லுகிறார், நான் ஆச்சரியப்படுகிறேன், அருட்சியாயிருக்கிறேன். 4:11 ഞാൻ ഭയപ്പെടുന്നു. 4:11 ഞാൻ ഭയപ്പെടുகிறேன். 4:20 ഞാൻ വിഷമിക്കുന്നു. 4:20 ഞാൻ കവലൈപ്പെടുகிறேன். ഈ അവസാന രണ്ട് വിഷമം, ഭയം, നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ പുറകെ പോകുന്നവർക്ക് വിഷമോ ഇല്ല, ഭയമോ ഇല്ല. நாம் இந்த கடைசி இரண்டு காரியங்கள், பயமானதும் அந்த கவலையானதும் அநேகர் நினைத்துக் கொள்கிறார்கள் ஆண்டவருக்கு பின்பாக போனால் இது இரண்டும் இருக்காது என்று. നമ്മൾ സാധാരണ പറയത്തില്ലേ, എന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി. நாம் அநேக முறை சொல்லுவதுண்டு, என் துக்கத்தை அவர் சந்தோஷமாய் மாற்றினார். നമ്മൾ പറയത്തില്ലേ, എന്റെ കണ്ണുനീരിനെ യേശു തുടച്ചു, அவர் என் கண்ணீரை துடைத்தார். എന്താ അപ്പോസ്തലൻ പറയുന്നത്? എനിക്ക് നിങ്ങളെ ഓർത്ത് വിഷമമാണ്, എനിക്ക് നിങ്ങളെ ഓർത്ത് ഭയമാണ്. ஆனால் இங்கே அப்போஸ்தலர் சொல்லுகிறார், உங்களை குறித்து நான் கவலைப்படுகிறேன், உங்களை குறித்து நான் பயப்படுகிறேன். ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയും തീയോട്, എത്രയും യേശുവിനോട്, അവന്റെ വിശുദ്ധിയോട് അടുത്ത് വരുന്നോ അവർക്ക് മാത്രമുള്ള ഒരു വികാരമാണിത്. ഭയപ്പെടുന്ന, വിഷമിക്കുന്ന, കണ്ണുനീര് പോവല്ല, കണ്ണുനീര് എത്രയും വായിക്കുന്നു അത്രയും കൂടുതൽ കണ്ണുനീര് വരുന്ന ആത്മാവിന്റെ ഉന്നതമായ ഒരു തലം. எவ்வளவு கர்த்தராக இயேசு கிறிஸ்துவோடு கூட நெருங்கி பரிசுத்தத்தோடும் வாஞ்சையோடும் கூட வாழ்கிற ஒரு வாஞ்சையோடு கூட இருக்கிற ஒரு நபருடைய வாழ்க்கையில் இருக்கிற ஒரு உண்மையான உணர்வை குறித்து தான் இங்கே குறிக்கப்பட்டிருக்கிறது. ദൂരെ നിൽക്കുമ്പോ തുള്ളിച്ചാടാൻ തോന്നും, தூரமாக இருக்கும் பொழுது குதிக்க தோணும், ദൂരെ നിൽക്കുമ്പോ പൊട്ടിച്ചിരിക്കാൻ തോന്നും, தூரமாக இருக்கும் பொழுது சிரிக்க தோணும். അടുത്തോട്ട് വരുമ്പോ, ஆனால் நெருங்கி வரும் பொழுது, യേശുവിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിയുമ്പോ, இயேசுவினுடைய அந்த இதயத்தின் துடிப்பை கேட்கும் பொழுது, അതുകൊണ്ടല്ലേ ഒരു ഭക്തൻ പറഞ്ഞത്, ബ്രേക്ക് മൈ ഹാർട്ട് വിത്ത് ദ തിങ്സ് ദാറ്റ് ബ്രേക്സ് യുവർ ഹാർട്ട്. அதனால்தான் எழுதப்பட்டிருக்கிறது, என்னுடைய இதயத்தை உன் இதயத்தை உடைக்கிற காரியங்களினாலே உடைக்க வேண்டும். യേശുവിനെ ദുഃഖിപ്പിക്കുന്നത് എന്നെയും ദുഃഖിപ്പിക്കട്ടെ. യേശുവിற்கு வருத்தம் உண்டாகுகிற காரியம் எனக்கும் வருத்தத்தை உண்டாக்க வேண்டும். യേശു ഇന്നത്തെ ദിവസം ഈ സമൂഹത്തെ നോക്കി പറയുന്ന, ചിന്തിക്കുന്ന വികാരങ്ങൾ നമ്മുടേതായി മാറിയെങ്കിൽ ഈ കൺവെൻഷൻ ഏറ്റവും സക്സസ്ഫുൾ ആണ്. യേശു இந்த சமூகத்தை பார்த்து அவளுக்குள்ளாக இருக்கிற அந்த உணர்ச்சி, அதன் ஆழங்களை நாமும் உணர்கிறோம் என்றால் நம்முடைய കൺവെൻഷൻ വെற்றிകരമായി முடியும். നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന്റെ ഇമോഷൻസിന്റെ മുഴുവൻ കിട്ടിയില്ലെങ്കിൽ ഒരു അംശമെങ്കിലും ഈ 2025 എനിക്കൊന്ന് അനുഭവിച്ചാൽ കൊള്ളായിരുന്നു. எவ்வளவு பேர் விரும்புகிறீர்கள் ஆண்டவராக இயேசு கிறிஸ்துவுக்குள்ளாக இருக்கிற உணர்ச்சியின் முழு பங்கு கிடைக்காமல் போனாலும் அதன் ஒரு பங்கு எனக்கும் கிடைக்க வேண்டும் என்று. അങ്ങയുടെ ദുഃഖത്തിന്റെ ഒരു അംശം ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചോണ്ട് നടന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ஆண்டவரே, உனக்கிருக்கிற வருத்தத்தின் அந்த பாரத்தின் ஒரு பங்கு என் இதயத்துள்ளாகவும் இருந்தால் எவ்வளவு நன்றாயிருக்கும். നമ്മളെ പലപ്പോഴും ചിരിപ്പിക്കുന്നത് ഭൗതിക കാര്യങ്ങളല്ലേ? അനേക നേരത്തിലെ നാം ചിന്തിപ്പത് ഉലക പ്രകാരமான കാര്യം അല്ലവാ? നമ്മളെ പലപ്പോഴും തുള്ളിപ്പിക്കുന്നത് ഈ ലോകത്തിലെ നന്മകളല്ലേ? അനേക നേരത്തിലെ നാം സന്തോഷമായി മകിഴുவது ഉലകത്തിൻ കാര്യമല്ലവാ? എന്നാൽ യേശു വിളിച്ചു പറഞ്ഞായിരുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ஆனால் இயேசு விதமாய் சொல்லுகிறார், ஆத்மா ஆவியிலே ദരിദ്രരായി இருக்கிற മനുഷ്യൻ ഭാഗ്യവാൻ. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോ ഞാൻ എന്തെങ്കിലും ആയി എന്നുള്ള ഭാവമല്ല, ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല, യേശു എന്റെ മേൽ ചൊരിഞ്ഞ കൃപയ്ക്കൊത്തവണ്ണം എനിക്ക് തിരികെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദാരിദ്ര്യവും വിഷമവും. எப்பொழுதும் ஆண்டவருக்கு முன்பாக வரும்பொழுது ஏதோ நான் செய்திருக்கிறேன் என்கிற உணர்வோடு கூட அல்ல, ஆண்டவருக்கு செய்ய வேண்டிய காரியங்களை முறையாக செய்ய முடியவில்லை என்கிற உணர்ச்சி நம்மை துரத்திக் கொண்டே இருக்க வேண்டும். എന്റെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ ശക്തിക്കൊത്തവണ്ണം എനിക്ക് ഓടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. கர்த்தர் கொடுக்கப்பட்டிருக்கிற வல்லமையின் பிரகாரமாய் இதுவரையிலும் என்னால் ஓட முடியவில்லை. എന്നെ ദൈവം ജീവനോട് സൂക്ഷിച്ചത് ദൈവത്തിന് നന്മയായോ അതോ ദൈവത്തിന് നഷ്ടമായോ? என்னை இதுவரையிலும் கர்த்தர் உயிரோடு பாதுகாத்தது தேவனுடைய நன்மையா அல்லது தேவனுடைய கிருபையா? ഒരു കാര്യം ഇന്ന് പകൽ തിരിച്ചറിയണമേ. ഒരു കാര്യത്തെ இந்த നാളിൽ നിങ്ങൾ പുരിந்து കൊള്ള வேண்டும். കോവിഡ് സമയത്ത് നമ്മുടെ സമപ്രായക്കാർ എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു? இந்த கோவிட் வந்தபோது நமக்கு சமமான வயதுள்ள எவ்வளவோ பேர் காணாமல் போய் விட்டார்கள். എന്റെ സ്നേഹിതർ, എന്റെ സമപ്രായക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നண்பர்கள், എന്നോട് കൂടെ ഇരുന്ന എൻ നண்பர்கள் இந்த உலகத்தை விட்டு போனார்கள். ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കുറച്ചുകൂടെ ബിരിയാണി
ബിരിയാണി കഴിക്കാനല്ല, நானும் இருப்பது நீங்களும் இருப்பது ஏதோ ஒரு சூழ்நிலையினாலே அல்ல, കുറച്ചുകൂടെ ബാങ്ക് ബാലൻസ് കൂട്ടാനല്ല, இன்னும் கொஞ்சமாக நீங்கள் கடந்து போவதற்கல்ல. there is only one purpose. ஒரே ஒரு நோக்கம் தான். ദൈവ രാജ്യത്തിന് വേണ്ടി എന്തോ അൺഫിനിഷ്ഡ് ആയ ബിസിനസ് നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. தேவனுடைய ராஜ்யத்துக்காக இன்னும் செய்து முடிக்க வேண்டிய சில കാര്യങ്ങളുണ്ട്. അത് തീർക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷിത വലയത്തിലാണ് നമ്മൾ നടക്കുന്നത്. அதை முடிக்கும்படிக்கான தேவனுடைய ஒரு வளையத்துக்குள்ளாக நாம் நடந்து கொண்டிருக்கிறோம். പൗലോസിന്റെ ജീവൻ മുഴുവൻ ഇപ്പോൾ യേശുവിന്റെ രാജ്യമായി മാറി. പൗലോസുடைய வாழ்க்கை മുഴുവതുമേ യേശു ക്രിസ്തുവിൻ രാജ്യമായി മാറി. ലോകത്തിലെ ഒന്നും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല. உலகத்தின் ஒன்றும் அவருக்கு மகிழ்ச்சி கொடுக்கவில்லை. വസ്ത്രം സന്തോഷിപ്പിക്കുന്നില്ല. அவருடைய உடைகள் சந்தோஷத்தை கொடுக்கவில்லை. ലെതർ വർക്ക് സന്തോഷിപ്പിക്കുന്നില്ല. லெதர் வர்க் அவருக்கு கொடுக்கவில்லை. ഓഫറിംഗ് സന്തോഷിപ്പിക്കുന്നില്ല. കാണിക്കയിലെ മகிழ்ச்சி இல்லை. എനിക്ക് വിഷമമാണ്, എനിക്ക് കവലയായി, എനിക്ക് കരച്ചിൽ വരുന്നു, എനിക്ക് അഴുകை வருகிறது, എനിക്ക് ഭയമാണ്, എനിക്ക് ഭയമായിരിക്കും. ഞാൻ ഈ വാക്യത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. நான் இந்த காரியத்தை குறித்து நினைத்தபோது என் மனதிலே வந்த சில காரியங்களை உங்களோடு பகிர்ந்து கொள்கிறேன். പൗലോസിന് സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളില്ലേ? പൗലോക്ക് സന്തോഷിക്കുമ്പോഴേക്ക് എவ்வளவோ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളില്ലേ? എவ்வளவோ കാര്യങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ പറയരുതോ, എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ പോലെ ഒരു പ്രത്യക്ഷത കിട്ടിയിട്ടുണ്ടോ? യേശു കർത്താവിന്റെ പ്രത്യക്ഷത നേരിട്ട് കിട്ടിയവനല്ലേ ഞാൻ. யாராவது இடத்துல பேசும்போது அவர் சொல்லலாமே, உங்களுக்கு யாராவுக்கும் எனக்கு கிடைத்தது போல கர்த்தருடைய வெளிப்பாடை நான் கர்த்தரை பார்த்தவர் என்று ஒரு மகிழ்ச்சியாய் சொல்லலாமே. എത്ര പേർക്ക് അങ്ങനെ പറയാനൊക്കും? പൗലോസ് ഒരു സദസ്സിൽ ഇരുന്ന് എഴുന്നേറ്റുകൊണ്ട് പറയുക, നിങ്ങൾക്കറിയത്തില്ലേ ഡെമസ്കസിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന്? ഇത്ര ശ്രേഷ്ഠമായ ഒരു വെളിപ്പാടിനാൽ വിളിക്കപ്പെട്ടവൻ എന്നുള്ളത് തന്നെ സന്തോഷിപ്പിക്കല്ലോ. அவருக்கு எவ்வளவோ இடத்துல சொல்ல முடியும், உங்களுக்கு தெரியும் அல்லவா டமாஸ்கஸ்ல எனக்கு என்ன நடந்தது என்று. கர்த்தராகிய இயேசு கிறிஸ்து எனக்கு வெளிப்பட்டார். இந்த வெளிப்பாடு எவ்வளவு பெரிய காரியம். അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക, പൗലോസേ അങ്ങേക്ക് സന്തോഷിക്കാൻ ആ ടാർസസിൽ പോയി തെർസോസിലേക്ക് പോയി ശുശ്രൂഷയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ബർണബാസ് തന്നെ വിളിച്ചു, ഈ അന്ത്യോക്യ സഭയിൽ വന്നു, സന്തോഷിക്കാൻ വകുപ്പില്ലേ? நாம் சொல்ல முடியுமே, ஏன் பவுலே உனக்கு மகிழ்ச்சியா இருக்கு, எவ்வளவோ காரியங்கள் இருக்கு. தர்சுசிலே உனக்கு ஒரு ஊழியம் இல்லாமல் இருக்கும் பொழுது பர்னபாசை அழைத்து அந்தியோக்காவிலே வந்து ஊழியம் செய்யும்படிக்கு உனக்கு ஒரு வாய்ப்பு கிடைத்தது, மகிழ்ச்சி அல்லவா? നമ്മൾ പൗലോസിന്റെ അടുക്ക വന്നിരുന്ന് പറയാ, പാസ്റ്ററെ പോലെ വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തി, പാസ്റ്റർ താർസോസിലെല്ലാം നിൽക്കേണ്ട ആളാണ്, ദൈവം എന്തോ കൃപയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അനുഭവത്തിൽ അന്ത്യോക്യ സഭയിലെ മിഷണറിയായി ബർണബാസിന്റെ കൂടെ പോവാൻ വേണ്ടി എന്ത് വലിയ അവസരമാ കിട്ടിയ, സന്തോഷിച്ചുകൂടെ? நாம் வேணும்னா அருகிலே போய் உட்கார்ந்து சொல்லலாம், பாஸ்டர் உங்களுக்கு எவ்வளவு பெரிய வாய்ப்பு கிடைத்திருக்கிறது. தர்சுசிலே நீங்கள் இருந்து ஊழியம் செய்யாமல் இருந்த காலகட்டத்திலே பர்னபாஸோடு கூட அந்தியோக்கியாவிலே வந்து தேவனுக்காக ஊழியம் செய்யும்படிக்கான வாய்ப்பு கிடைத்தது. எவ்வளவு மகிழ்ச்சியான ஒரு காரியம். ഇത് എഴുതുന്ന സമയത്ത് തനിക്ക് പുറമോട്ട് തിരിഞ്ഞ് ഒന്നാം മിഷണറി യാത്രയെ ഓർത്ത് സന്തോഷിക്കരുതോ? அவர் இது எழுதும் பொழுது அவர் முதலாவது மிஷனரி பிரயாணத்தை செய்தார், அதற்காக மகிழ்ச்சி அடையலாமே. ഞാൻ സെലൂക്കിയയിൽ പോയി, ഞാൻ കുപ്രോസിൽ പോയി, ഞാൻ ലുസ്ത്രയിൽ പോയി, ഞാൻ ദർബയിൽ പോയി, പിസിദിയയിലെ അന്ത്യോക്യയിൽ ഞാൻ പോയി. ഇവിടെ എല്ലാം കർത്താവിനെ അയച്ചു. ചുമ്മാ പോയതല്ല, ഞാൻ വചനം പറഞ്ഞു, അത്ഭുതങ്ങൾ കണ്ടു. ഇതൊക്കെ സന്തോഷിപ്പിക്കരുതോ? அவர் போன ஒவ்வொரு இடத்தையும் குறித்து சொல்லி, நான் அந்த இடங்களில் எல்லாம் கர்த்தருக்காக ஊழியம் செய்த, சும்மா செய்யல, ஆண்டவர் என்னை அனுப்பினார் என்று மகிழ்ச்சியாக சொல்லலாமே. തർസോസിൽ ജീവിക്കേണ്ട എന്നെ ലുസ്ത്ര വരെ അയച്ചു, ഹല്ലേലൂയ എന്ന് പറയരുതോ? தர்சுசில் இருக்க வேண்டிய என்னை லுஸ்த்ராவுக்கு அனுப்பினார் என்று அல்லேலூயா என்று சொல்லலாமே. തർസോസിൽ ജീവിച്ച എന്നെ സുവിശേഷം പറയാൻ ഇത്ര രാജ്യങ്ങളിൽ അയച്ചു, ഹല്ലേലൂയ എന്ന് പറയരുതോ? தர்சுசில் இருந்த என்னை சுவிசேஷம் பேசும்படிக்கு இவ்வளவு இடங்களுக்கு அனுப்பினார், அல்லேலூயா என்று சொல்லலாமே. ഇത് മാത്രമല്ല കേട്ടോ, പൗലോസിന് ഒരു കഥ പറയാനുണ്ട്. 13-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ ദേശാധിപതി വിശ്വസിക്കാൻ ഇരുന്നപ്പോൾ എലിമോസ് കയറി ഇടയ്ക്ക് വന്ന് വീണപ്പോ പൗലോസ് പറയുകയാണ്, അവന്റെ ശാസിച്ചു കഴിഞ്ഞപ്പോ ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ, ഈ എലിമാസിന്റെ മേൽ വന്ന് കൈപിടിച്ച് നടത്തുന്നവരായി അവൻ അന്ധനായി മാറിയെന്ന്. அப்போஸ்தல நடவடிக்கைகளிலே அவர்
சரித்திரத்தை சொல்லும் பொழுது அவர் சொல்லுகிற ஒரு காரியம் எடிமாசினுடைய வாழ்க்கையிலே உண்டாயிற்ற அந்த ஒரு சங்கடகரமான காரியத்தை குறித்து, அந்த சம்பவத்தை குறித்து அவர் எடுத்து சொல்லுகிறார். പൗലോസ് 9-ാം അധ്യായത്തിൽ കുരുടനായി തിമിരം വന്നതുപോലെ പൗലോസിനെ എതിർത്ത എലിമാസിനെ ശാസിച്ചു കഴിഞ്ഞപ്പോ അന്ധനായി മാറി. പൗലോസിന് പറയരുത്, ദൈവവചനത്തോട് നീ ഉടക്കിയാൽ എന്റെ ശുശ്രൂഷയെ ഞാൻ കണ്ടിട്ടുണ്ട്, ദേശാധിപതിയുടെ വിശ്വാസത്തിന് തടസ്സമായി നിന്നവനെ ദൈവം മാറ്റിയത്, ദൈവം ബന്ധിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയരുതോ? 9வது அதிகாரம் அப்போஸ்தலர் நடவடிக்கைகள் 9வது அதிகாரத்திலே பவுலுக்கு கண்களில் திமிரம் உண்டானது போல 10வது அதிகாரத்தில் எடிமோசுக்கு உண்டான காரியத்தை சொல்லும் பொழுது இதோ இவன் எனக்கு எதிராக நின்றதினால் இவனுக்கு இது நடந்தது என்று அவர் ஊழியத்தை குறித்து பெருமையாக பேசி மகிழ்ச்சி அடையலாமே. അല്ലെങ്കിൽ 14:8 പറയുന്നത് പോലെ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ വ്യക്തി ഒരിക്കലും നടന്നിട്ടില്ലാത്തവൻ എന്റെ ശുശ്രൂഷയിൽ അവൻ തുള്ളിച്ചാടി എന്ന് പറഞ്ഞ് സന്തോഷിക്കരുതോ പൗലോസിന്? 14வது அதிகாரத்தில் அவர் சொல்லுவது போல கர்ப்பத்திலிருந்து பிறந்த போல அவன் முடந்தனாக இருந்த ஒரு மனிதன் என்னுடைய ஊழியம் மூலமாக அவன் எழுந்து நடந்தான் என்று மகிழ்ச்சியாக சொல்லலாமே. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇടപെട്ട ആലോചന ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കലും മിനിസ്ട്രിയിൽ സന്തോഷിച്ച് മിനിസ്ട്രിയിൽ മതിമറന്നിരുന്ന ഒരാളല്ല അപ്പോസ്തലനായ പൗലോസ്. நான் உங்களிடத்தில் ஒரு ஆலோசனையாக சொல்லுகிறேன், ஊழியத்திலே ஊழிய வாழ்க்கையிலே திருப்தி வந்த ஒரு நபர் அல்ல பவுல். ഞാൻ ഗ്രാമത്തിൽ ജനിച്ചവൻ ഒരു നഗരത്തിൽ വരാൻ സാധിച്ചല്ലോ, അതല്ല നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്. ഗ്രാമത്തിലെ പിറന്ന എന്നെ നഗരത്തിലേക്ക് കൊണ്ടുവന്നാറേ അതല്ല മகிழ்ச்சியுடைய വേണ്ടിയ കാര്യം. സൈക്കിളെ പോയ എനിക്ക് 2 കാർ തന്നു, ഇതല്ല ദൈവത്തിന് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ കാര്യം. 2 വാഹനങ്ങളെ കൊടുത്താൽ അതല്ല മகிழ்ச்சிக்குரிய കാര്യം. ഞാൻ പ്രാർത്ഥിച്ചപ്പോ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, അതല്ല ഏറ്റവും വലിയ കാര്യം. ജപിച്ചപ്പോൾ വ്യാധിയസ്ഥർക്ക് ഗുണമാനാர்கள் അതല്ല മகிழ்ச்சி കൊടുക്ക വേണ്ടിയ കാര്യം. എന്നെ എതിർത്ത ശത്രുക്കളെ ദൈവം കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതല്ല ഏറ്റവും വലിയ കാര്യം. എനിക്ക് വിരോധമായി നിന്നവരെ കർത്തർ അവർക്ക് വിരോധമായി നിൽക്കുകയാർ, അതല്ല നമുക്ക് മகிழ்ச்சி. ഇന്ന് ഈ ഹോളിനകത്തിരിക്കുന്ന നിങ്ങളിൽ ചിലരോടുള്ള ആത്മീക ദൂത ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, இந்த காலையில இருக்கிற உங்களோடு கூட இருக்கிற ஆவிக்குரிய ஆலோசனை பகிர்ந்து கொள்ளுகிறேன். നിന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തതിലല്ല നീ പുകഴേണ്ടത്. நீங்கள் இதுவரையிலும் வாழ்க்கையில செய்த காரியத்திலே புகழ்ச்சி அடையாதீர்கள். ഇനി പുതിയൊന്ന് ദൈവത്തിന് നിന്നിലൂടെ ചെയ്യുവാനുണ്ട് എന്ന് ആത്മാവിൽ 2025 ആരംഭത്തിൽ ദൈവം താങ്കളോട് സംസാരിക്കുന്നു. പുതിയതാன ഒരു കാര്യത്തെ കർത്തർ മൂലമായി ചെയ്യ പോകുகிறார் என்பதை 2025வது ആണ്ടിലെ പരിശുദ്ധ ആവിയാനവർ ഉങ്ങളോട് ഇതുവരെ പോയ ദേശങ്ങളല്ല പുകഴേണ്ടത്. ഇതേ കുറിച്ച് അല്ല നാം പുകഴ വേണ്ടിയത്. ഇനി അടുത്ത ദേശങ്ങളിൽ അയക്കാൻ പോകുന്നു നല്ല ദൂത്. ഇതുവരെ അയച്ച ദേശങ്ങളിൽ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട പോലെ ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ള ചിന്തയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇതുവരെയും അണപ്പിന ഇടത്തെ കുറിച്ചല്ല മகிழ்ச்சி அடைய வேண்டியது. இனியும் அனுப்ப போற இடங்களிலே தேவனுக்காக நான் எப்படியாக செயல்பட வேண்டும் என்பதை குறித்து நாம் நினைவு கூற வேண்டும். അല്ലെങ്കിൽ പൗലോസിന് പുകഴരുതോ? അത്ഭുതം മാത്രമല്ല, എതിർത്തവനെ കൈകാര്യം ചെയ്തത് മാത്രമല്ല, ലുസ്ത്രയിൽ ഏറുകൊണ്ട് കല്ലേറുകൊണ്ട് മരിച്ചവനെ പോലെ വെളിയിൽ തട്ട ആ സഫറിംഗിൽ തനിക്ക് സന്തോഷിക്കരുതോ? നാം பார்க்கிறோம் அல்லாமல் அவருக்கு புகழும்படிக்கு எவ்வளவோ வாய்ப்புகள் இருந்தது. ஆனால் அதிலே எல்லாம் அவர் அதை விட்டு ஆண்டவருக்காக செய்ய வேண்டிய காரியங்கள் கல்லால் அடித்த போதிலும் தேவனுக்காக நின்ற சாட்சி எடுத்து சொல்லுகிறார். നമ്മൾ പലപ്പോഴും സന്തോഷിക്കത്തില്ലേ? നമ്മുടെ കഷ്ടപ്പാടിനെ ഓർത്ത് പറയുമ്പോ സന്തോഷിക്കാറില്ലേ? നാം നമ്മുടെ കഷ്ടങ്ങളെ ചൊല്ലും പൊഴുது സന്തോഷപ്പെടുവതുണ്ടോ? ഒരു പാസ്റ്റർ മകനായിട്ട് ഞാൻ വളരുമ്പോൾ ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, അയ്യോ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു ഷൂ വേണോ, ഒരു ക്രിക്കറ്റ് ബാറ്റ് വേണോ, എല്ലാത്തിനും എന്റെ പപ്പ എന്നോട് പറയാം സ്വോത്രാഴ്ച പൈസയാ, ഇങ്ങനെ കളയാനില്ല. நான் நினைப்பது உண்டு, ஒரு சிறு பையனாக இருக்கும் பொழுது சிறிய காரியங்கள் தேவைப்படும் பொழுது அப்பா கிட்ட சொல்லும் பொழுது அவர் சொல்லுவாரு, காணிக்கை பணம் இதெல்லாம் இப்படி செலவாக்க முடியாது. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും എന്റെ 8ാം ക്ലാസ് വെച്ച് ഒരു ക്രിക്കറ്റ് ബാറ്റ് ചോദിച്ചിട്ട് അവസാനം നല്ലൊരു മടല് വെട്ടി നല്ലതായിട്ട് അതിന്റെ പിടി ഉരുട്ടി കളിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും 350 രൂപയുടെ ബാറ്റ് ഉണ്ട്. എന്റെ പപ്പ എന്നോട് പറഞ്ഞു,
അപ്പൊ ആൾക്കാരുടെ സ്തോത്രാഴ്ച പൈസ വെച്ച് ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിക്കാനൊക്കെ என்னுடைய தகப்பனிடத்துல 8வது வகுப்புல ஒரு கிரிக்கெட் பேட்டை கேட்டு அது எனக்கு கிடைக்காமல் போயிட்டு அதை தென்னை மரத்தின் ஒரு மடலை வெட்டி அதனால ஒரு பேட்டை உண்டாக்கி மத்தவங்க கிட்ட 350 ரூபாய் பேட் இருக்கும்போது என்கிட்ட அதெல்லாம் கிடையாது കാണിക്കെ പണം ഇത് இப்படி ചെലവാക്ക முடியாது. അല്ലെങ്കിൽ പറയല്ലോ ICSE സിലബസിലായിരുന്നു ഞാനും എന്റെ സിസ്റ്ററും പഠിച്ചത്, പക്ഷേ കർത്താവിന്റെ വേല നിമിത്തം ഞങ്ങൾ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറേണ്ട വന്നു. അതിനകത്ത് സന്തോഷിക്കരുത്, ഒരു സന്തോഷം വരത്തില്ലേ? ICSE സിലബസിലെ പഠിത്ത நானும் என்னுடைய தங்கையும் நாங்கள் ஸ்டேட் சிலபஸுக்குள்ளாக மாறி போன ஊழியம் பண்ணனால என்று சொல்ல சந்தோஷிக்கலாமே. അടി കൊണ്ടതിനെ ഓർത്തൊരു സന്തോഷവും ഇല്ല, വിഷമമാ. அடி பெற்றதை குறித்து சந்தோஷமில்லை, கவலைதான். അത്ഭുതങ്ങളെ ഓർത്ത് സന്തോഷമില്ല, വിഷമമാ. அற்புதங்களை நினைத்து சந்தோஷமில்லை, கவலைதான். എതിർത്ത എലിമോസിനെ കൈകാര്യം ചെയ്തതിൽ സന്തോഷമില്ല, വിഷമമാണ്. എലിമാസിന്റെ வாழ்க்கையில விதமாய் சூழ்நிலை ஏற்பட்டதனால சந்தோஷமில்லை. സഭകൾ എല്ലായിടവും സ്ഥാപിച്ചതിൽ സന്തോഷമില്ല, തനിക്ക് ദുഃഖമാണ്. സഭകളെ സ്ഥാപിച്ചതിനാല അവർക്ക് സന്തോഷമില്ല, കവലൈதான். യേശുവിന്റെ പ്രത്യക്ഷത ഉണ്ടായതിൽ സന്തോഷമില്ല, പിന്നെയും ദുഃഖമാണ്. യേശുവെ വെളിപ്പെടുന്ന കാര്യത്തിൽ സന്തോഷമല്ല, അതേ കുറിച്ച് കവലൈதான். എന്താ ദുഃഖം? എന്നവരെ കവലൈപ്പെടുത്തിനാ ഭയം? ഏൻ ഭയപ്പെടുகிறாർ? എന്തോർത്താ നമ്മൾ ദുഃഖിക്കേണ്ടത്? എதற்காக നാം കവലൈപ്പെട வேண்டும்? ഞാൻ ഓർത്തു 4:13 ആയിരിക്കും കാരണമെന്ന്. ഞാൻ നിனைச்சேன் 4:13 தான் കാരണമായി. 4:13 എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു. നാം பார்க்கிறோம், நான் ശരീരത്തിൽ இருக்கிற ബലഹീനത്തോട് முதலாவது உங்களுக்கு സുവിശേഷത്തെ അറിയിക്കുம்படிக்கு പ്രസംഗിക്കുம்படிக்கு വായ്പുണ്ടായി. ഞാൻ കൗതുകത്തിന് വേണ്ടി ക്യൂരിയോസിറ്റിയോടെ ആകാംക്ഷയോടെ ഞാൻ ചോദിക്കാൻ, നിങ്ങളുടെ ആരുടെയും ബൈബിളിൽ 4:13 അണ്ടർലൈൻ ചെയ്തവരുണ്ടോ? എനിക്ക് കൈ ഒന്ന് കാണാൻ വേണ്ടിയാ. நான் ஒரு விருப்பத்தோடு கேட்கிறேன், உங்க யாராவது 4:13 அண்டர்லைன் பண்ணிருக்கீங்களா உங்க வாழ்க்கையில? ഫിലിപ്പിയ ലേഖനത്തിൽ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫിലിപ്പിയറിലെ എല്ലാം സന്തോഷமான കാര്യത്തെ നിങ്ങൾ അണ്ടർലൈൻ பண்ணிருப்பீங்க. എഫേസ്യ ലേഖനം 3 ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എഫേസ്യർ 3 ഉനക്ക് നീ കേൾപ്പதற்கு மேலாக கர்த்தர் கொடுப்பார் என்ற வார்த்தை அண்டர்லைன் பண்ணிருப்பீங்க. അല്ല, കൊരിന്ത്യ ലേഖനത്തിനെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു അതെല്ലാരും അണ്ടർലൈൻ ചെയ്യും. കൊരിന്ത്യരിലെ നമുക്കാக கர்த்தர் ஆயத்தப்படுத்தி இருப்பது யாருடைய நினைவிலும் இல்லை, யார் கண்களும் அதையும் நீங்க அண்டர்லைன் பண்ணிருப்பீங்க. ഈ ഹോളിൽ ഇരിക്കുന്നവരുടെ ശതമാനം നോക്കിയാൽ ലെസ് ദാൻ 2% ആണ് ഇപ്പൊ കൈപൊക്കിയത്. இங்க இருக்கிறவர்களை நான் எண்ணிக்கை எடுக்கும் பொழுது 2% குறைவானவர் தான் கை தூக்குனாங்க. എന്തോ ഈ 4:13 പറയുന്നത്? என்ன 4:13 அவர் சொல்றாரு? ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു. ശരീരത്തിൽ இருக்கிற ബലഹീനത്തോട് முதலாவது தரமாக உங்களுக்கு நான் சுவிசேஷத்தை பிரசங்கித்தேன். എന്തുവാ ഈ പറയുന്നത്? என்ன சொல்றாரு? അപ്പോസ്തലപ്രവൃത്തി 13:14 ഉണ്ട് ഈ സംഭവം. അപ്പോസ്തലർ 13:14 ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. പെർഗയിൽ നിന്നും താൻ പോകുന്നത് പിസിദിയയിലെ അന്ത്യോക്യയിലേക്കാണ്. നാം பார்க்கிறோம், அவர் பிசிதியாவின் அந்தியோக்காவுக்கு പോകും பொழுது, പെർഗയിൽ നിന്ന് പിസിദിയൻ അന്ത്യോക്യയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് സുബോധത്തിൽ പ്ലാൻ ചെയ്തു പോകുന്ന ഒരു പോക്കല്ല. പെർഗയിൽ ഇരുന്ന அந்த பிரயாணமானது அவர் முழு நினைவோடு கூட செய்து പോണ ഒരു പ്രയാണമല്ല. പിസിദിയയിലെ അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ ഈ പെർഗയിൽ നിന്ന് 100 മൈലുണ്ട്. 100 മൈൽ. இந்த இடமானது 100 മൈൽ ദൂരമുള്ള ഇടം. ഇങ്ങനെയാ ചരിത്രകാരന്മാർ പറയുന്നത്, കാക്ക പറന്നു കയറുന്ന പോലെ കയറണം. நான் சிலவங்க சொல்றது உண்டு, எப்படி காக்கா பறக்குமோ விதமாக பறந்துதான் ஏறணும். സമുദ്രതലത്തിൽ നിന്നും 3600 അടി മുകളിലുള്ള സ്ഥലമാണ് പിസിദിയയിലെ അന്ത്യോക്യ. സമുദ്രത്തിൻ அளவிலிருந்து 3000 ചില്ലറ അടി ഉയരത്തിൽ ഇരിക്കുന്ന ഇടം இந்த അന്ത്യോക്യ. ഈ പെർഗയിൽ നിന്നും കാൽ ചവിട്ടി മേളിലോട്ട് കയറണമെങ്കിൽ ഒരു കാരണമുണ്ട്. இந்த பெர்கையில் இருந்து இவர் நடந்து நடந்து மேலே ஏற வேண்டும் என்றால் ஒரு காரணம் உண்டு. അവിടെ ദർശനം ലഭിച്ചതിനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. அங்கே தரிசனம் கிடைத்ததை குறித்தெல்லாம் அவர் குறிக்கவில்லை. ഇത് മെക്കദോന്യ വിളിയുടെ കാര്യം പോലെ അല്ല. മെക്കദോനിയയുടെ അழைப்பை குறித்தும் குறிக்கவில்லை. ഇതൊരു ആത്മനിയോഗത്തിൽ ചവിട്ടിയതായിട്ട് എഴുതിയിട്ടില്ല. இங்கே ஒரு ஆவியின் நடத்திப்பினாலே போனதாகவும் எழுதவில்லை. എന്താണെന്നാ എഴുതിയിരിക്കുന്നത്? என்னன்னு எழுதியிருக்கிறாரு? ശരീരത്തിലെ ബലഹീനത നിമിത്തമാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ശരീരത്തിലെ ബലഹീനത്തോട് ഞാൻ ഉங்களிடத்திலே முதலாவது വന്നു. എന്തുവാ അങ്ങനെ പറഞ്ഞാൽ? ஏன் அப்படி சொல்றாரு? ചിലപ്പോൾ എപ്പിലെപ്സി ആയിരിക്കും കാരണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ஒருவேளை எபிலெப்சியின் வியாதியாக இருக்கலாம். ചിലപ്പോൾ മലേറിയ ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ஒருவேளை മലേറിയ ജ്വരം இருக்கலாம். അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ ഇത് രണ്ടുമല്ല, ചിലപ്പോ കണ്ണിന്റെ പ്രയാസം
പ്രയാസമാണെന്ന് ചിന്തിക്കാൻ വേണ്ടി നല്ല സാധ്യതയുണ്ട്. அடுத்த 2 வசனங்களை வாசிக்கும் பொழுது இரண்டுமல்ல கண்ணுகளுக்கு கோளாறு இருந்திருக்கலாம் என்று வாசிக்கலாம். ഗലാത്യ ലേഖനം 4:15 നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നുള്ള പ്രയോഗം ഒരു പക്ഷെങ്കിൽ ഒരു പ്രോവർബിയൽ പ്രയോഗമായി നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് തന്നു, അല്ലെങ്കിൽ അക്ഷരികമായി തന്റെ കണ്ണിന് പ്രയാസം ഉള്ളത് കൊണ്ട് അവരുടെ കണ്ണ് തരാൻ വേണ്ടി തയ്യാറായി നിന്നവർ എന്ന് ചിന്തിക്കുക. 15வது வசனத்திலே உங்கள் கண்களை பிடுங்கி எனக்கு கொடுப்பதாக அவர் இங்கே குறிக்கும் பொழுது ஒருவேளை கண்களுக்கு ஒரு சோர்வு இருந்ததனாலே அவ்விதமான ஒரு வாஞ்சை அங்கே சொல்லுகிறார் என்று நாம் நினைத்துக் கொள்ளலாம். സിക്നെസ് ഡയഗ്നൈസ് ചെയ്യാൻ ഇപ്പൊ ഒക്കത്തില്ല. வியாதி என்ன என்பதை நம்மால் இப்ப கண்டுபிடிக்க முடியாது. അത് ഒരു തിയോളജിനും ഒക്കത്തില്ല. அது எப்படியும் கண்டுபிடிக்க முடியாது. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ஆனா ஒரு காரியம் உறுதி, ശരീരത്തിൽ ബലഹീനത ഉണ്ടായിരുന്നു. ശരീരത്തിലെ ബലഹീനം ഉണ്ടായിട്ടുണ്ട്. ആ ബലഹീനത നിമിത്തമാണ് പിസിദിയയിലെ അന്ത്യോക്യയിലോട്ട് കേറി കാലാവസ്ഥയോ മറ്റോ സൂട്ടബിൾ ആയ ഒരിടത്തോട്ട് പോയതെന്ന്. பலவீனத்தினாலே பலவீன நிமித்தமாக பிசிதியாவில் இருக்கிற அந்தியோக்காவுக்கு அவர் ஏறி போனது ஒருவேளை அவர் இருந்த இடத்தில் இருக்கிற சூழ்நிலைகள் அவருக்கு விரோதமாக இருந்திருக்கலாம். നമ്മൾ ക്ലൈമറ്റ് വെച്ച് മാറുന്നവരില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. நாம் பார்ப்போம், கிளைமேட்டுக்கு ஏற்றவாறு நாம் மாறுவதுண்டு. ബാംഗ്ലൂരിലെ തണുപ്പ് വയ്യാതെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഡിസംബർ മാത്രം പോകുന്നവരുണ്ട്. ബാംഗ്ലൂരിലെ அதிகமான குளிர் உண்டாகும் பொழுது டிசம்பர் மாதத்திலே கேரளாவுக்கு போகிறவர் உண்டு. ചെന്നൈയിലെ ചൂട് സഹിക്കാൻ വയ്യാതെ ബാംഗ്ലൂരിലോട്ട് വരുന്നവരുണ്ട്. சென்னையிலே இருக்கிற வெப்பத்தை தாங்க முடியாமல் பெங்களூர் வருபவர் உண்டு. പൗലോസ് പറയുക, എനിക്ക് ബലഹീനത എന്റെ ശരീരത്തിൽ, അത് നിമിത്തമാണ് നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നത്. பவுல் சொல்லுகிறார், என் சரீரத்திலே பலவீனமாய் இருக்கிறேன், ஆனாலும் உங்களிடத்தில் சுவிசேஷத்தை பகிர்ந்து கொள்ள வருகிறேன். ഒരു കാര്യം പൗലോസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ஒரு காரியத்தை பவுலிடத்திலிருந்து நான் புரிந்து கொள்வது, ഞാൻ ഓർത്തു പൗലോസിനെ ദുഃഖിപ്പിച്ചത് ശരീരത്തിന്റെ ആ അവസ്ഥയാണെന്നാണ്. நான் நினைத்தேன் ശരീരത്തിൽ இருக்கிற அந்த சூழ்நிலை தான் அவருக்கு கவலை உண்டாக்கியிട്ടുണ്ട്. കൊരിന്ത് ലേഖനത്തിലും എഴുതിയിട്ടില്ലേ, ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ഈ ജഡത്തിലെ ശൂലം ഒന്ന് മാറ്റിത്തരാൻ. அவர் சொல்லுவதில்லையா, கொரிந்திய சபைக்கு எழுதும் பொழுது 3 முறை நான் ஜெபித்தேன் என் ശരീരത്തിൽ இருக்கிற இந்த சூலம் நீங்கி போகும்படி. ഞാൻ ഓർത്തു ഈ കണ്ണിന്റെ പ്രയാസമാണോ എനിക്ക് ദുഃഖമാ. நான் நினைச்சேன் இந்த கண்ணின் பிரயாசம் தான் அவருக்கு கவலையா. ഞാൻ കർത്താവിന് വേണ്ടി മിഷണറി ആയിട്ട് ഇതെന്താ സൗഖ്യമാകാത്തെ. நான் ஆண்டவருக்காக ஊழியம் செய்றேன், இது ஏன் சுகமாக மாட்டேங்குது. പൗലോസിനെ സംബന്ധിച്ച് വേദന കൂടുന്നേ ഉള്ളൂ, കാരണം ഏറൂടെ കിട്ടി. ഇപ്പോ പൗலை பார்க்கும் பொழுது அவருக்கு இன்னும் அதிகமான வலிதான், ஏன்னா இப்ப அவருக்கு அந்த கல்லடியும் கிடைச்சிருக்கு. അപ്പോസ്തോലന്റെ ദുഃഖത്തിന്റെ കാരണം ശരീരത്തിലുള്ള പ്രയാസമല്ല. அப்போஸ்தலனுடைய அந்த கவலையின் துக்கத்தின் காரணம் சரீரத்தில் இருக்கிற பாரங்கள் அல்ல, ഏറ് കിട്ടിയതിന്റെ വേദനയല്ല, அவருக்கு அந்த அடி கிடைத்ததுனால அல்ல. എന്നിട്ട് നോക്കണം 14ാമത്തെ വാക്യം 4:14, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം. நாம் பார்க்கிறோம் அந்த 4வது 4:14 அவர் எழுதப்பட்டிருக்கிற காரியம் என்னுடைய சரீர நிமித்தமாக உண்டாயிற்றிருந்த காரணங்கள் அல்ல എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? உங்களுக்கு உண்டான சோதனைகள் என்று அவர் குறிக்கும் பொழுது அதனுடைய அர்த்தம் என்ன? പെർഗയിൽ നിന്ന് പിസിദിയയിലെ അന്ത്യോക്യയിലോട്ട് കയറി ചെന്നപ്പോ ഈ മനുഷ്യന്റെ വേഷവും ഈ മനുഷ്യന്റെ ശരീരം കണ്ടുകൊണ്ട് ഒറ്റയാളും സുവിശേഷത്തെ വിശ്വസിക്കത്തില്ല. நாம் பார்க்கிறோம் அந்த பெர்கையிலிருந்து அவர் அந்தியோக்காவுக்கு செல்லும் பொழுது அந்த மனுஷனுடைய சரீரத்தையும் அவருடைய அந்த ஆடையும் பார்த்தால் அவர் சொல்லுகிற சுவிசேஷத்தை யாரும் எடுத்துக்க மாட்டாங்க. ആള് ബലഹീനനാ, ஏன்னா அவர் பலவீனமா இருக்கிறார். എന്നാ പ്രസംഗിക്കുന്നത് ബലവാനായ ദൈവത്തെ കുറിച്ചാണ്. ஆனால் பிரசங்கம் செய்வது பலனுள்ள கர்த்தரை குறித்து. ശരീരത്തിൽ രോഗമായിട്ടിരിക്കുന്നവൻ പ്രസംഗിക്കുന്നത് പാപമെന്ന രോഗത്തെ എന്നേക്കുമായി നീക്കുവാൻ ഇറങ്ങി വന്ന യേശുവിനെ കുറിച്ചാണ്. ശരീരത്തിലെ ബലവീനമായി இருக்கிறவன் பிரசங்கம் செய்வது பாவத்தையும் நோய்களையும் நீக்க வந்த கர்த்தராக இயேசு கிறிஸ்துவை குறித்து. ശരീരത്തെ കുറിച്ച് ദുഃഖമില്ല, ശരീരത്തെ കുറിച്ച് കവലയില്ല, ശരീരത്തിന്റെ ഗ്ലാമർ പോയതിൽ ദുഃഖമില്ല, ശരീരത്തിൻ അഴക് പോണதை குறித்து കവലയില്ല, മുറിവുകൾ പാടുകൾ ദുഃഖമില്ല, അവർ ശരീരത്തിൽ இருக்கிற ഭാരങ്ങളിനാണ് കവലയില്ല. എന്താ ദുഃഖിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ஆனால் അവർക്ക് കവലയുണ്ടാക്കിയ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ രൂപാന്തരം വരാത്തതോർത്ത് താൻ ദുഃഖിക്കുന്നു. യേശുவை குறித்து വിശ്വസിക്കുന്നവരുടെ உள்ளத்திலே മാറ്റം ഉണ്ടാകാത്തതിനാലെ അവർ കവലപ്പെടുகிறாർ. ഇന്ന് പകൽ സ്വർഗം സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും എന്താ എന്ന് നമുക്കൊരു ഉറപ്പും വേണം, ഒരു ഐഡിയ വേണം. நமக்காக மகிழ்ச்சி அடைவதும் கவலைப்படுவதற்கும் காரணம் என்ன என்பதை அறிய வேண்டும்.
வேண்டும். നമ്മൾ ഈ സാധാരണ കൺവെൻഷനുകളൊക്കെ സ്ഥിരമായി നമ്മൾ സെൻട്രൽ കൺവെൻഷനും ഡിസ്ട്രിക്ട് കൺവെൻഷനും ഒക്കെ നടത്തുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? நாம் சாதாரணமாக கன்வென்ஷன் டிஸ்ட்ரிக்ட் கன்வென்ஷன் எல்லாம் நடத்தும் பொழுது நமக்கு சந்தோஷம் கொடுக்கிற காரியம் என்ன தெரியுமா? ഏറ്റവും പ്രധാന ഒരു കാര്യം സമയത്തിന് തീർന്നോ? முதலாவது காரியம் நேரத்துக்கு முடிந்ததா? ഫസ്റ്റ് ചോദ്യം കറക്റ്റിന് കഴിഞ്ഞോ? എല്ലാം ചന്തമായിട്ട് നടന്നോ? முதலாவது கேட்பது நேரத்தோட முடிந்ததா, நல்லா முடிந்ததா? അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാര് അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ആൾക്കാർ പറയോ 4 വർഷം മുമ്പ് ഇപ്പോഴും മറക്കത്തില്ല, ഒന്നിന് തീരേണ്ട രോഗം 1.5 വരെ, അയ്യോ അയ്യോ. அப்போ 2-3 வருஷத்துக்கு முன்னாடி வந்தவங்க சொல்லுவாங்க, ஐயோ மறக்கவே முடியாது, 4 வருஷத்துக்கு முன்பு 1 மணிக்கு முடிய வேண்டியது 1.5 மணிக்கு மேலே ஆயிடுச்சு. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം കറക്റ്റ് 1 മണിക്ക് ആശീർവാദം പറഞ്ഞാൽ നമുക്ക് സന്തോഷമാ. അയ്യോ ഈ പ്രാവശ്യം എല്ലാം കറക്റ്റ് കണ്ടോ, ഒന്നേ നടിച്ച് ഇങ്ങനെ നിക്കുകയാണ്, അപ്പൊ ആശീർവാദം പറഞ്ഞു. அப்ப நம்ம சொல்லுவோம், இந்த வாட்டி 1 மணின்னு கரெக்டா முள்ளு வந்த உடனே കറക്റ്റ് ആശീർവാദം ചൊല്ലി മുടിച്ചാங்க. അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാർ ഇങ്ങനെ കമ്പയർ ചെയ്യും. നമ്മൾ പറയാം 4 വർഷം മുമ്പ് ഓർക്കുന്നുണ്ടോ നമ്മൾ അവിടെ പോയത്, കന്നു ഒരു ബിരിയാണി തന്നു, ഒരു പീസ് പോലും ഇല്ല. அப்ப நம்ம இதை குறித்து சொல்லுவோம், 4 வருஷத்துக்கு முன்னாடி ஞாபகம் இருக்க நம்ம அங்க போனோம், அங்க ஒரு பிரியாணி கொடுத்தாங்க, ஒரு പീസ് കൂടെ கிடையாது. ഞാൻ ഓർക്കുന്നു ഇങ്ങനെ ഒരു കോൺഫറൻസിൽ ഒരിക്കൽ പീസ് ചോദിച്ചോണ്ട് ഒരാൾ ചെന്നു, പാസ്റ്റർ തിരിച്ചു പറഞ്ഞു, only God can give you peace. Only God can give you peace. இதே விதமாக ஒரு கான்ஃபரன்ஸ்ல ஒருத்தர் ஒரு பீஸுக்காக, ஒரு பீஸ் துண்டு கிடைக்குன்னு வெயிட் பண்ணிட்டு இருக்கும்போது அந்த பாஸ்டர் சொல்றாரு, only God can give you, கர்த்தர் தான் உனக்கு சமாதானத்தை കൊടുக்க முடியும். ഇപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നമുക്ക് 1 പകരം 2 ലെഗ് പീസ് അങ്ങോട്ട് വന്നാ, ഓഹോ ഈ പ്രാവശ്യം ഒന്ന് ഭക്ഷണം കഴിച്ചു. இந்த வார்த்தை நமக்கு இந்த மதிய உணவுல 1க்கு பதிலா 2 ലെഗ് പീസ് கிடைச்சா, ஓஹோ எவ்வளவு மகிழ்ச்சியா இருக்கும். നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തുവാ? നമ്മை സന്തോഷം செய்வது என்ன? ഓഡിറ്റോറിയം സന്തോഷിപ്പിക്കുന്നു, ഓഡിറ്റോറിയം സന്തോഷം കൊടുക്കും, ഭക്ഷണം സന്തോഷിപ്പിക്കുന്നു, ഉണവ് സന്തോഷം കൊടുക്കും, സ്തോത്രകാഴ്ചകൾ സന്തോഷിപ്പിക്കുന്നു, സന്തോഷം കൊടുക്കും, പാട്ട് സന്തോഷിപ്പിക്കുന്നു, പാട്ട് സന്തോഷം കൊടുക്കും. സ്വർഗം ഇങ്ങോട്ട് നോക്കുമ്പോ, ஆனால் பரலோகம் பார்க்கும் பொழுது ചിക്കൻ പീസ് അല്ല അവിടെ സന്തോഷം, சிக்கன் பீஸ் அல்ல அங்க மகிழ்ச்சி, നമ്മളുടെ സൗകര്യങ്ങളല്ല അവിടെ സന്തോഷം, നമ്മുടെ അഴകല്ല അവിടെ മகிழ்ச்சி. ഇവിടെ വന്നിരിക്കുന്നവർ വിശുദ്ധരാണോ എന്നുള്ളത് അവിടുത്തെ സന്തോഷം, இங்க வந்திருக்கிறவர்கள் பரிசுத்தர்களா என்பதே அங்க மகிழ்ச்சி. വെള്ളയുടുപ്പല്ല അവിടുത്തെ സന്തോഷം, இந்த வெள்ளை உடுப்பல்ல மகிழ்ச்சி. നിത്യതയെ ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു കൂട്ടമാ അവിടുത്തെ സന്തോഷം. ஆண்டவருடைய சமூகத்தை அலட்சியமாக காணுகிற ஒரு கூட்டமே அங்க மகிழ்ச்சி. പ്രിയ ദൈവമക്കളെ, ആത്മീക കാഴ്ചപ്പാട് ആത്മീകർക്ക് ഉണ്ടാകണം. தேவ பிள்ளைகளே, ஆவிக்குரிய அந்த தரிசனமானது மிகவும் முக்கியம். നമ്മൾ ഭൗതികത വെച്ച് ആത്മീകർ വിലയിരുത്തരുത് കാര്യങ്ങൾ. நாம் உலகத்தை வைத்து நம்முடைய ஆவிக்குரிய வாழ்க்கைக்கு விலை போடக்கூடாது. ഭൗതിക നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം, എന്നാൽ അതിനെക്കാട്ടിൽ മീതെ ഉള്ളതാണ് എല്ലാവരുടെയും ആത്മീക താപനില. உலக பிரகாரமான காரியம் நல்லதுதான், ஆனாலும் அதை விட உயர்ந்ததும் சிறப்பானதுமே ஆவிக்குரிய காரியம். ദശാംശം കൊടുക്കുന്നവരെ ഓർത്ത് സഭ സന്തോഷിക്കും, ദശമഭാഗത്തെ കൊടുക്കുന്നവർക്കാக സഭை സന്തോഷം. എന്നാൽ സ്വർഗ്ഗത്തെ സന്തോഷിപ്പിക്കുന്നത്, ஆனால் பரலோகத்துக்கு சந்தோஷத்தை அளிப்பது ഈ കുറച്ച് പൈസ കൊടുത്തത് മാത്രമല്ല, இந்த கொஞ்சம் பணம் கொடுத்தது മാത്രമല്ല, തന്റെ മനോഭാവങ്ങളിലും തന്റെ ചിന്തയിലും ഏക സത്യ ദൈവത്തെ ആരാധിച്ച് യേശുവുമായി കേന്ദ്രബിന്ദുമായി ഒരു ബന്ധമുള്ള ഈ മാറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതമല്ലേ യേശുവിനെ സന്തോഷിപ്പിക്കുന്നത്. യേശുവുക്കുള്ളാക ഉറുതിയോട് യേശുവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പരിശുദ്ധത്തെ വാഞ്ച எடுத்து வாழுகிற அந்த ஒரு வாழ்க்கையே மகிழ்ச்சியான வாழ்க்கை. People look at our actions and judge us. நாம் பார்க்கிறோம், ஜனங்கள் நாம் செய்கிற செயல்பாடுகளை கண்டு தீர்மானம் சொல்லுகிறார்கள். നമ്മൾ പൈസ കൊടുത്താൽ ആൾക്കാർ പറയും നമ്മൾ നല്ല ആളാ. நாம் പണത്തെ കൊടുക്കുമ്പോൾ ജനങ്ങൾ சொல்லுவாங்க நல்லவர். നമ്മൾ വിളമ്പി കൊടുത്താൽ പറയും നല്ല താഴ്മയാ. நாம் பரிமாறும் பொழுது சொல்லுவாங்க நல்ல தாழ்மையா. People look at our action and judge us. நம்முடைய செயல்பாடுகளை கண்டு ஜனங்கள் தீர்மானம் சொல்லுவார்கள். God looks at our heart and judge us. தேவனோ நம் உள்ளத்தை കണ്ട് തീരുമാനത്തെ ചൊല്ലുക. ഈ വിളമ്പി കൊടുത്തതിന്റെ പിമ്പിലുള്ള ഹൃദയ ഉദ്ദേശം കാണുന്ന ഒരു ദൈവം.
நீ பரிமாறும் பொழுது உன் உள்ளத்துக்குள்ளாக இருக்கிற நினைவுகளை அறிகிற தேவன். പൈസ കൊടുത്തതിന് പിമ്പിലുള്ള ഉദ്ദേശം കാണുന്ന ദൈവം. பணம் கொடுத்ததுக்கு பின்பாக இருக்கிற உள்ளான உத்தேசங்களை காண்கிற தேவன். ആളുകൾ പൈസയെ കണ്ടുള്ളൂ, പക്ഷേ ഉദ്ദേശം കാണുന്ന ദൈവം. மனுஷர்கள் பணத்தை பார்க்கும் பொழுது தேவன் உன் உள்ளத்தை காண்கிறார். മനുഷ്യർ നോക്കിയപ്പോ ഓടി നടന്ന് ചെയ്യാൻ ഒരു അങ്കിളുണ്ട്. ദൈവം കണ്ടത് ഓടി നടന്നതിന് പിമ്പിലുള്ള ഉദ്ദേശം ദൈവം കണ്ടു. மனுஷர் காரியங்களை விதமாய் பார்க்கும் பொழுது நீ ஓடி நடந்ததுக்கு பின்பாக இருக்கிற உன்னுடைய நோக்கத்தை கர்த்தர் கண்டார். പൗലോസ് ദുഃഖിക്കാൻ കാര്യം ഹൃദയം മാറാത്തൊരു സമൂഹം. പൗലുക്കുള്ളാക ഇരുന്ന அந்த കവല என்பது உள்ளம் മാറാத ഒരു കൂട്ടം. 3 വാക്യങ്ങളുണ്ട് കേട്ടോ, സമയക്കുറവുകൊണ്ട് വേഗത്തിൽ പറയുക. 1:6 അവർ മറിഞ്ഞുപോയി, 3:3 അവർ ജഡം കൊണ്ട് സമാപിക്കുന്നു, 4:9 അവർ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയുന്നു. இந்த முந்த அதிகாரத்துக்குள்ளாக இருக்கிற 1வது அதிகாரத்திலும் 4வது அதிகாரத்திலும் 3 இடத்திலே இந்த ஜனங்களுடைய இந்த வருத்தமான சூழ்நிலை குறித்து அவர் எடுத்து சொல்லுகிறார். എന്താ തന്നെ ദുഃഖിപ്പിച്ചത്? என்ன അവർക്ക് കവല ഉണ്ടായിരിക്കുന്നത്? ഒരു ദോഷം മറിച്ചിടുന്നത് പോലെ ഇവരുടെ ജീവിത ലക്ഷ്യവും ഇവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാറി ഇവർ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. ஒரு தோசையை எப்படி திருப்பி போடுகிறோம் அவ்விதமாக இவர்களுடைய அந்த லட்சியமானது கிறிஸ்துவிலிருந்து மற்றொரு சுவிசேஷத்துக்குள்ளாக திரும்பிற்று. 3:3 ആത്മാവ് കൊണ്ട് തുടങ്ങിയിട്ട് ഇവർ ജഡം കൊണ്ട് സമീപിക്കുന്നവരായി മാറി, സമാപിക്കുന്നവരായി. 3:3 நாம் பார்க்கிறோம், ஆவியிலே തുടങ്ങി അത് ശരീരத்துக்குள்ளாக முடிப்பதை குறித்து பார்க்கிறோம். എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല കാര്യം, எப்படி ஆரம்பித்தோம் என்பதல்ல காரியம். good start is always good, but it's not a guarantee for a good end. நல்ல முறையிலே ஆரம்பிப்பது நல்ல காரியம்தான், அது நன்றாக முடியும் என்பதற்கு ஒரு உறுதி அல்ல. Good start is inevitable for a good end, but it's not a guarantee for a good end. நாம் நன்றாக ஆரம்பிப்பது நன்றாக முடியும் என்று நாம் யோசித்துக் கொள்ளலாம், ஆனால் அது அதற்கு உறுதியாய் இருக்காது. പൗലോസിനെ വേദനിപ്പിച്ചത് അവിടുത്തെ കസാര ഔട്ട്ഡേറ്റഡ് ആയതല്ല, അവിടുത്തെ സഭാ ഹാളിൽ പെയിന്റ് പോയതല്ല. പൗലോസിനെ വേദനിപ്പിച്ച കാര്യം സ്വന്തം ശരീരത്തിലെ ബലഹീനതയല്ല. വിശ്വാസികൾ മറിഞ്ഞുപോയിരിക്കുന്നു, അവർ ജഡം കൊണ്ട് മുന്നേറുന്നു, അവർ തിരിഞ്ഞ് പഴയ പണിക്ക് പോകുന്നു. பழைய சபையை குறித்தோ பழைய நாற்காலியை குறித்தோ பழைய சூழ்நிலைகளை குறித்தோ அவர் கவலைப்படவில்லை. ஜனங்கள் தேவனை விட்டு விலகி மற்றொரு காரியத்துக்கு திரும்பினதை அவருக்கு கவலை உண்டாக்கிற்று. 3 വാക്കുകൾ എഴുതുന്നവർ ഞാൻ കാണുന്നു. നിങ്ങൾ ഈ 3 വാക്കുകൾ എഴുതണം. മറിഞ്ഞവർ, ജഡം കൊണ്ട് സമാപിക്കുന്നവർ, തിരിഞ്ഞവർ. പഴയ ബലഹീനമായ ആദ്യ പാഠങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. நாம் பார்க்கிறோம், திரும்பி போனவர்கள், திரும்பி விழுந்தவர்கள், மாம்சத்துக்குள்ளான வாஞ்சையோடு போனவர்கள், பழைய காரியத்துக்குள்ளாக സ്വഭാവங்களுக்குள்ளாக திரும்பி போனவர்கள். 3 കാര്യങ്ങളെ குறித்துக் கொள்ளுங்கள். നമ്മൾ സാധാരണ ഞാനും കേൾക്കുന്ന പറയുന്നത് ഇപ്പൊ അങ്ങനെ അധികം പറയാറില്ല, ഒരു എക്സ്ക്യൂസ് ഉണ്ട്. நாம் சாதாரணமாக ஒரு சாக்கு போக்கு சொல்லுவது, இப்பொழுது நான் சொல்லுவதில்லை, சொன்ன காலங்கள் உண்டு, ஆனால் சாதாரணமாக சொல்லுகிற ஒரு சாக்கு போக்கு உண்டு. നമുക്ക് എല്ലാരെയും നന്നാക്കാൻ ഒക്കുവോ? நம்மளால எல்லாரையும் சரிப்படுத்த முடியுமா? കുറച്ച് സമയം കൊടുക്കുക, അവരൊക്കെ ശരിയാവും. கொஞ்ச நாள் கொடுப்போம், அவர் சரியாயிடுவார். അല്ലെ ചിലർ ഇങ്ങനെ കൈയെടുത്ത് വരെ കണ്ടോ എല്ലാ വിരലും ഒരുപോലെ ആണോ? சிலவங்க சொல்றாங்க, பாத்தீங்களா எல்லா விரலும் ஒரே மாதிரியா இருக்கு. ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും, கொஞ்சம் ஏறி கீழே மேலதான் இருக்கும். അതിനെ അങ്ങ് സാധാരണവൽക്കരിക്കും, அதை சாதாரணமாக விட்டுடுவாங்க. റിലാക്സ് പാസ്റ്റർ, റിലാക്സ്, கவலைப்படாதீங்க பாஸ்டர், கவலைப்படாதீங்க. എന്തിനാ ദുഃഖിക്കുന്നേ? எதுக்கு கவலைப்படுறீங்க? എന്തിനാ കരയുന്നേ? எதுக்கு அழுவுறீங்க? നിങ്ങളെ ഈ ആത്മീയ അന്തരീക്ഷം എന്നെ വേദനിപ്പിക്കുന്നു. പാസ്റ്റർ ഒന്ന് ശാന്തമാകും പാസ്റ്റർ. உங்களுடைய இந்த ஆவிக்குரிய நிலைமை எனக்கு கஷ்டமா இருக்கு பாஸ்டர், நீங்க அமைதியா இருங்க, அமைதியா இருங்க. നമ്മള് സുവിശേഷം പറഞ്ഞില്ലേ, അവരുടെ കാര്യമില്ല ഇനി അവര് ജീവിക്കണമെന്ന്. நம்ம சுவிசேஷம் சொன்னா அவங்களுடைய காரியம் அல்லவ நல்லா இருக்கணும். ഇതൊന്നും അപ്പോസ്തലനെ സാന്ത്വനിപ്പിക്കത്തില്ല. இது ஒன்றும் ஒரு அப்போஸ்தலனுக்கு ஒரு தடையாய் நிற்காது. സാന്ത്വനിപ്പിക്കാൻ ഒക്കാത്ത ഒരു ആത്മീക ഭാരം, അവനെ തൃപ്തിപ്പെടുത്ത முடியாத அளவுக்கான ഒരു ആവിക്കുரிய ഭാരം. ഇങ്ങനൊരു ഭാരം ദൈവത്തിന് നമുക്ക് കൈമാറാനുണ്ട് ഇന്നത്തെ ദിവസം പകലിൽ. இந்த நாளிலே இவ்விதமான ஒரு பாரத்தை கர்த்தர் நமக்கு கொடுக்க விரும்புகிறார். സഭ സ്ഥാപിച്ചതിൽ കംഫർട്ട് ഇല്ല, സഭയെ ഉരുവാക്കുന്നതിൽ അവർക്ക് ഒരു സന്തോഷമില്ല. എനിക്കൊരു സമൂഹമുണ്ട്, ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അനേകരും ഇതിനകത്തൊന്നും സാന്ത്വനിപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു ആത്മഭാരം. എനിക്കൊരു സഭയുണ്ട്, நிறைய பேரை ஆண்டவருக்குள்ள கொண்டு வந்திருக்கிற
இவ்விதமான காரியத்துக்குள்ளாக லேசாக திருப்திப்படுகிற ஒரு காரியத்துக்கு மேலான ஒரு காரியம். അല്ലെ വിശ്വാസികളായിട്ടിരിക്കുമ്പോ ഞങ്ങൾ പൈസ കൊടുത്തായിരുന്നു, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്, ഞങ്ങൾ ഇതിനകത്തൊന്നും തൃപ്തിപ്പെടാത്ത ഒരു ആത്മീക ഭാരം. நல்ல விசுவாசம், நான் நல்ல பணம் கொடுத்து நான் தான் அதிகமா கொடுத்த, எங்களுக்கு தான் கொடுக்க முடியுது, இவ்விதமான காரியத்துல திருப்திப்படாத ஒரு பாரம். ഈ പൗലോസിന്റെ ഭാരം ചൂണ്ടുന്നത് ഏതിനേക്കാന്നറിയാം? இந்த പൗലോനുடைய இந்த ഭാരമാனது എதை குறிக்கிறது എന്ന് தெரியுமா? മറിഞ്ഞ അവസ്ഥ, ജഡം കൊണ്ട് സമാപിക്കുന്ന അവസ്ഥ, ആദ്യ പാഠങ്ങളിലേക്ക് തിരിയുന്ന അവസ്ഥ, ഇതിനെ പൗലോസ് എത്ര ഗൗരവമായി കണ്ടു എന്നറിയാമോ? திரும்பி போகிற இந்த சூழ்நிலைகளை குறித்து, தேவனை விட்டு விலகுவது, பழைய காரியங்களை குறித்து வாஞ்சையாய் திரும்புகிற காரியத்தை குறித்து அவருக்கு எவ்வளவு கவலை உண்டாயிற்று என்று தெரியுமா? 5:2 പറയുക, ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലെന്ന്. 5:2 அவர் தெளிவாக சொல்லுகிறார், கிறிஸ்துவினாலே உங்களுக்கு எந்த லாபமும் இல்லை. വിശ്വാസിയായിട്ട് ക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനമില്ലെന്നോ? விசுவாசியாய் இருந்து கிறிஸ்துவினாலே உனக்கு பிரயோஜனம் இல்லை. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. രക്ഷിക്കപ്പെട്ട് ஞானஸ்தானம் എടുത്ത പിറകും ക്രിസ്തുവിനാലെ പ്രയോജനം ഇല്ലയാ? 5:4 പറയുക, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. 5:4 சொல்லுகிறார், கிறிஸ்துவை விட்டு விலகிட்டார்கள். കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി. கிருபையிலிருந்து நீங்கள் விழுந்து விட்டீர்கள். 2:21 ക്രിസ്തു മരിച്ചത് വെറുതെ ആക്കല്ലേ. 2:21 சொல்லுகிறார், கிறிஸ்து உங்களுக்காக மரித்ததை வெறுமையாக்கிடாதீர்கள். പ്രിയ ദൈവമക്കളെ, ഈ സമൂഹത്തിന് പറ്റിയത് എന്താണെന്നറിയാമോ? ഗലാത്യ സഭകൾക്ക്, இங்கே கலாத்திய சபைகளுக்கு நடந்தது என்ன தெரியுமா? രക്ഷ യേശുവിലൂടെ മാത്രമാണ്. രക്ഷിപ്പ് യേശു മൂലം மட்டுமே. രക്ഷ എന്നുള്ളത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കുറുക്കു വഴിയായി സ്നാനപ്പെടുന്നതിലൂടെ ഒരു ബോർഡിംഗ് പാസ് കിട്ടിയ അനുഭവമല്ല. രക്ഷിപ്പ് என்பது ஒரு குறுக்கு வழியாக ஞானஸ்தானம் எடுத்து ஒரு போர்டிங் பாஸாக நீங்கள் பெற்றுக்கொள்வதல்ல. ഗലാത്യ ലേഖനം 1:3 വാക്യത്തിൽ ദുഷ്ട ലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപം നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തു. ഗലാത്യ നിരൂപണത്തിലെ തെളിവാக சொல்லப்பட்டிருக்கிற காரியம் இந்த ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ நடந்த உலகத்திலிருந்து நம்மை தப்பிக்கும்படிக்கு கர்த்தராக இயேசு கிறிஸ்து மூலமாய் அந்த രക്ഷപ്പിன் വഴി ഉണ്ടായിற்று. 4:4 മുതൽ നമ്മളെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള അടിമപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നും വിലക്കി വാങ്ങിക്കുന്നതാ രക്ഷ. 4:4 நாம் பார்க்கிறோம், நாம் அடிமைகளாய் இருந்த அந்த ஸ்தானத்திலிருந்து நம்மை விலை கொடுத்து வாங்கி கொண்டு வருகிற காரியமே രക്ഷപ്പ്. രക്ഷ എന്നുള്ളത് നരകത്തിലെ പുഴു പോയി സ്വർഗത്തിലെ സിംഹാസനം കിട്ടി അത് മാത്രമായി ചിന്തിക്കരുത്. രക്ഷപ്പ് என்பது നരകത്തിൻ പുഴു പോയിട്ട് നമുക്ക് പരലോകത്തിൻ സിംഹാസനം கிடைத்தது என்பது அல்ல. അത് ദുഷ്ടലോകത്തിൽ നിന്നൊരു വിടുതലാ രക്ഷ എന്ന് പറഞ്ഞാൽ. നാം பார்க்கிறோம், இந்த உலகத்திலிருந்து நமக்கு கொடுக்கப்பட்டிருக்கிற ஒரு விடுதலையாய் இருக்கிறது രക്ഷപ്പ്. അത് അടിമപ്പെടുത്തുന്ന ശക്തികളിൽ നിന്നും നമ്മളെ വിലക്കി വാങ്ങി അടിമ ചന്തയിൽ നിന്നവരെ, പാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്നവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ വിമോചിതരാക്കി വിലക്കി വാങ്ങുന്ന അനുഭവമാണ്. അടിമകളായി ഇരുന്ന அந்த அடிமைகளை விற்கிற சந்தையின் அந்த சூழ்நிலையிலிருந்து, பாவத்திலிருந்து, അടിമത്തനത്തിലിருந்து നമ്മை மீட்டு கொண்டு வந்த அந்த ஒரு காரியமே രക്ഷപ്പ്. രക്ഷ എന്ന് പറഞ്ഞാൽ ചുമ്മാ മുങ്ങിപ്പൊങ്ങിയത് മാത്രമല്ല, ജീവനുള്ള ദൈവത്തെ ആത്മാവിലൂടെ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ബന്ധമാണ്. രക്ഷപ്പ് എന്ന് சொல்வது எங்கேயோ முழுகி எழுந்தது கிடையாது. உயிருள்ள தேவனை அப்பா பிதாவே என்று ஆதியிலே அழைப்பது. 4:9 വാക്യത്തിൽ അത് ദൈവത്തെ അറിയുന്ന ഭാഗ്യമായ ഒരു അവസ്ഥയാണ്. 4:9 അത് தேவனை அறிகிற ஒரு பாக்கியமாக எழுதப்பட்டிருக்கிறது. 5:1 അത് ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന, സ്വാതന്ത്ര്യമാക്കി വിടുന്ന, ക്രിസ്തുവേശുവിലുള്ളവർ സ്വതന്ത്രർ എന്നുള്ള അനുഭവമാണ്. 5:1 അത് ക്രിസ്തു മൂലமாக பெற்றுக்கொள்ளுகிற, கிறிஸ்துவுக்குள்ளாக இருக்கிற சுதந்திரம் என்று எழுதப்பட்டிருக்கிறது. ഈ ഞാൻ പറഞ്ഞ വാക്യങ്ങളുടെ എല്ലാം ആകത്തുക ആരാ? ഒരു വ്യക്തിയാണ്. இந்த சொல்லப்பட்ட இந்த வார்த்தைக்குள்ளாக எல்லாம் இருக்கிற ஒரு நபர் என்பது ஒரே ஒரு நபர் தான். ഒരു സംഘടനയല്ല, அது ஒரு ஸ்தாபனம் அல்ல, ഒരു പാസ്റ്റർ അല്ല, ஒரு பாஸ்டர் கிடையாது, ഒരു സമ്പ്രദായമല്ല, அது ஒரு സമ്പ്രദായം கிடையாது. ദുഷ്ടലോകത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു.
இந்த உலகத்தில் நிலைச்சதையிலிருந்து என்னை விடுவிக்கும்படிக்கு கர்த்தராக இயேசு கிறிஸ்து அவரையே கொடுத்தார். അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവൻ തന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി. യേശു യേശു அடிமைக்குள்ளாக இருந்த அடிமைத்தனத்திலிருந்து என்னை விடுவிக்கும்படிக்கு கர்த்தராக இயேசு கிறிஸ்து எனக்காக பிறந்து அவர் தன் ரத்தத்தை எனக்காக கொடுத்தார். യേശുവിന്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ പിതാവുമായിട്ടൊരു ബന്ധം കിട്ടി. கர்த்தராக இயேசு கிறிஸ்துவின் அந்த பிராயச்சித்த மரணத்தினாலே பிதாவினிடத்தில் எனக்கு ஒரு உறவு உண்டாயிற்று. യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. இயேசுவின் ரத்தத்தினாலே நான் மீட்டுக் கொள்ளப்பட்டேன். യേശു ക്രിസ്തുവിലായവർ സ്വതന്ത്രരാക്കപ്പെട്ടു. இயேசு கிறிஸ்துவுக்குள்ளாக இருந்தவர்கள் சுதந்திரமானார்கள். ഇന്നിവിടെ വന്നിരിക്കുന്നവരെല്ലാവരും കേൾക്കണമേ, ഒരു സംഘടനയെ ആരാധിക്കാതെ, ഒരു വ്യക്തിയെ ആരാധിക്കാതെ, ഒരു മതഭക്തിയിലേക്ക് വീഴാതെ നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ രക്ഷിതാവായ യേശുവിന്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. நாளிலே ஒரு ஸ்தாபனத்தை ஆராதிக்காமல், ஒரு நபரை ஆராதிக்காமல், ஒரு மரத்தை ஆராதிக்காமல் நம்மை மீட்டுக் கொண்ட கர்த்தராக இயேசு கிறிஸ்துவை உண்மையோடு ஆராதிக்கும்படிக்கு அவர் அருகிலே கடந்து வருவோம். ചിലപ്പോ നമ്മൾ അറിയാതെ പറയാറില്ലേ, ഈ പാസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം. പറയരുതേ, അറിയാതെ പോലും പറയരുത്. சில நேரத்தை சொல்லுவதில்லையா, இந்த பாஸ்டர் இல்லைனா எங்களுடைய குடும்பம் என்ன இருக்கும், அப்படி எல்லாம் தெரியாம கூட சொல்லிடாதீங்க. ഈ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായി? இந்த பாஸ்டர் எங்க வீட்டுக்கு வராம போயிருந்தா எங்களுடைய என்ன சூழ்நிலையா இருக்கும்? ആ പാസ്റ്റർ അവിടെ വന്നതല്ല, പാസ്റ്ററിനെ ഒരാൾ അയച്ചതാണ്. அந்த பாஸ்டர் அங்க வரல, அந்த பாஸ்டர் ஒருவர் அனுப்பினாரு. ആ പാസ്റ്ററിന് വരാൻ വിസമ്മതമാണെങ്കിൽ മേളിന്ന് അടുത്ത ആളെ അവിടെ അയച്ചേനെ. அந்த பாஸ்டருக்கு வருவதற்கு ஏதாவது தடையாக இருந்தால் கர்த்தர் உயரத்திலிருந்து அடுத்த நபரை அனுப்புவார். ഞാൻ ചോദിക്കട്ടെ, പൗലോസിനെ അറിയാതെങ്കിലും ഒന്ന് പറയരുതോ, എനിക്ക് വേദനയായിരുന്നു ശരീരത്തിൽ, എന്നാലും ഞാനല്ലേ നിങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന്? നെവർ. தெரியாம கூட வேணும்னா பவுலுக்கு சொல்லலாமே, என் சரீரத்தில் எவ்வளவு வேதனை இருந்த வேளையிலும் நான் அல்லவா உங்களை விசுவாசத்திலே கொண்டு வந்தது சொல்லவில்லை. നിങ്ങളെ ദുഷ്ടലോകത്തിൽ നിന്നും വിടുവിച്ചത് എന്റെ ശരീര ബലഹീനതയല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് എനിക്കേറെ കിട്ടിയപ്പോൾ ഒഴുകിയ രക്തമല്ല, നിങ്ങളെ പിതാവിങ്കലേക്ക് അടുപ്പിച്ചത് ഞാൻ പറഞ്ഞത് കൊണ്ടല്ല. ഇതെല്ലാം യേശു യേശു യേശു. இந்த உலகத்துக்குள்ளாக இருந்த காரியத்தினாலேயோ, நான் அடிபட்டதனாலேயோ, இந்த உலக பிரகாரமான ஏதாவது ஒரு ஊழியத்தினாலேயோ அல்ல, எல்லாமே യേശു 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 എന്ന് അവരെ ഗണപ്പെടുത്തിനാർ. ഇത് തിരിച്ചറിയുന്ന നിങ്ങളിൽ എത്ര പേരുണ്ട്? യേശു എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ, യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ട്, യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. இதை புரிந்து கொள்கிற எத்தனை பேர் இருக்கிறீர்கள்? இயேசு என்னை காணாமல் போயிருந்தால், இயேசு என்னை நினைவு கூறாமல் போயிருந்தால், இயேசு எனக்காக மரிக்காமல் போயிருந்தால், ഈ കൺവെൻഷനിൽ യേശുവിന്റെ നാമം ഇവിടെ നിന്ന് ഉയർത്തപ്പെടട്ടെ. இந்த கன்வென்ஷனில் இயேசுவின் நாமம் உயர்த்தப்படட்டும். ഇവിടെ ഒരു മനുഷ്യന്റെ പേരല്ല ഉയരേണ്ടത്, இங்க மனுஷனுடைய பேரல்ல உயர வேண்டியது. ഇവിടെ വന്ന ഗസ്റ്റ് പാസ്റ്ററിന്റെ പേരല്ല ഇവിടെ ഉയരേണ്ടത്, வந்திருக்கிற கெஸ்ட் பாஸ்டருடைய பேரல்ல. ഇവിടെ യേശുവിന്റെ നാമം ഒന്ന് ഉയരട്ടെ. இங்க இயேசுவின் நாமமே உயரட்டும். ആ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്, அந்த நாமத்திலே வியாதி குணமாகும். ആ നാമത്തിൽ സമാധാനമുണ്ട്, அந்த நாமத்திலே சமாதானம் உண்டு. ആ നാമത്തിൽ വിശുദ്ധിയിലേക്കുള്ള നടത്തിക്കലുണ്ട്, நாமத்திலே பரிசுத்தத்துக்கான வழி உண்டு. യേശുവിൽ എല്ലാം ഉണ്ട്. இயேசுவில் எல்லாம் உண்டு. യേശുവിലേക്ക് മടങ്ങി വരൂ സമൂഹമേ. இயேசுவுக்குள்ளாக திரும்பி வாருங்கள். സഭകളെ ആത്മമണവാളിലേക്ക് മടങ്ങി വരൂ. സഭകളെ ആവിക്കുரிய മണവാളൻ അണ്ടയിൽ വാരുങ്ങൾ. ആത്മമണവാളനുമായിട്ടുള്ള ഊഷ്മള ബന്ധത്തിലേക്ക് ഒന്ന് മടങ്ങി വരൂ. ആവിക്കുரிய മണവാളൻ അണ്ടയിൽ ഇരിക്കുന്ന ഒരു നൽ ഉറവിലെ വാരുങ്ങൾ. ഇവർക്ക് എന്തോ പറ്റിയെന്നറിയാമോ ഈ ഗലാത്യ സഭകൾക്ക്? ഇവർക്ക് എന്നാണത് തെരിയുമോ இந்த ഗലാത്യ സഭകൾക്ക്? സറ്റിൽ ഒരു കാര്യം സംഭവിച്ചു. സറ്റിൽ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒക്കത്തില്ല, പക്ഷെ സംഭവിച്ചൊരു കാര്യം. അവങ്ങൾക്ക് പുரிந்து கொள்ளாத அந்த ஒரு சூழ்நிலை நொடி நேரத்தில் ஒரு காரியம் ஏற்பட்டது. അതിന്റെ സൂചന തുടങ്ങുന്നത് 2:12-13 വാക്യത്തിൽ. അറികുറികൾ ആരംഭിപ്പത് 2ാം അധികാരത്തിക്കുള്ളാക 12ക്കുള്ളാക. ഗലാത്യ ലേഖനം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പേഴ്സണൽ അനുഭവം, 3-4 അധ്യായങ്ങളിൽ വേദശാസ്ത്രപരമായി, 5-6 അധ്യായങ്ങളിൽ പ്രായോഗിക കാര്യം. അങ്ങനെയാണ് 2-2-2 എന്നുള്ള
പിരിവാണ് 6 അധ്യായങ്ങളിൽ കാണുന്നത്. 6 அதிகாரத்தை 3 கட்டமாக பிரித்து மிகவும் முறையாக சிறந்த முறையிலே சில காரியங்கள் சொல்லப்பட்டிருக்கிறதே கலாத்திய நிருபனம். ഈ ഗലാത്യ സഭയിൽ ഇവര് മറിഞ്ഞുപോയി, ഇവര് തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ എന്തുവാ? இந்த கலாத்திய சபையில இவர்கள் திரும்பி போயிட்டார்கள், மறைந்து போனார்கள் என்றெல்லாம் சொன்ன என்ன? ആരാണ്ട് എഴുന്നേറ്റ് ഇന്ന് സാക്ഷ്യം പറഞ്ഞോ, ഇന്നലെ വരെ ഞാൻ യേശുവിനെ ആരാധിച്ചത് ഇന്നു മുതൽ ഞാൻ തിരിയുവാ കേട്ടോ? ആരും പറഞ്ഞില്ല. யாராவது எழுந்து சாட்சி சொன்னாங்களா? நேத்து வரையில நான் இயேசுவை ஆராதித்த இன்னிலிருந்து திரும்புறேன் அப்படின்னு யாரும் சொல்லல. അതോ പ്രബോധനത്തിന് വന്ന അങ്കിള് പറഞ്ഞോ, ഇന്നലെ വരെ യേശുവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിച്ച ഞാൻ ഇന്നു മുതൽ മറിയാൻ തീരുമാനിച്ചിരിക്കുന്നു? ആരും ഒന്നും இல்ல പറഞ്ഞില്ല. சாட்சி நேரத்துல ஒரு அங்கிள் எழுந்து ஞாயிற்று வரையிலும் இயேசுவுக்காக ஜீவனோடு கூட நான் வாழ்ந்த நான் இனியும் நான் மாறி போகிறேன் என்றெல்லாம் அவரும் சொல்லவில்லை. ഒരു കാര്യം അവിടെ സംഭവിച്ചു. அங்க ஒரு காரியம் நடந்தது. അതിന്റെ സൂചന പൗലോസിന്റെ എന്തുകൊണ്ടാണെന്നറിയാം? ഒന്നിന്റെ ഒന്നിലൊക്കെ മനുഷ്യനല്ല, മനുഷ്യരാലുമല്ല, ഇതുകൊണ്ടാ. அதனுடைய அறிகுறிகள் எல்லாம் ஏன் தெரியுமா? மனுஷனாலே அல்ல, மனுஷன் மூலமாக அல்ல என்றெல்லாம் அறிகுறிகள் ஆரம்பிച്ചു. 2:12-13 പറയുന്ന വ്യക്തികളെ തൊടാൻ അന്നത്തെ കാലത്ത് ഒരാളും ധൈര്യപ്പെടത്തില്ല. 2:12-13 சொல்லப்பட்டிருக்கிற நபர்களை தொடும்படிக்கு அந்த காலகட்டத்தில் ஒருவராக முடியாது. അത് ഒറ്റയാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മനുഷ്യനാലല്ല, മനുഷ്യരാലുമല്ല, ആ വ്യക്തിക്ക് മാത്രമേ അവരെ തൊടാനൊക്കത്തുള്ളൂ. அந்த ஒரே ஒரு நபரால் தான் முடியும். மனுஷனாலும் அல்ல, மனுஷன் மூலமாகவும் அல்ல என்று சொல்லப்படுகிற அந்த ஒரு நபரால் மட்டும்தான் முடியும். 2:12 യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ. நாம் 2:12 பார்க்கிறோம், யாக்கோபிடத்திலிருந்து சிலர்கள் வருவதற்கு முன்பாகவே. ആരാ അപ്പൊ യാക്കോബ്? யார் அந்த யாக்கோபு? യെരുശലേം ഭയങ്കര സെന്ററാണ്. ഈ ഏർലി ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ യേശുവിന്റെ മാർഗക്കാരുടെ ഒരു സെന്ററാണ് ജെറുസലേം. நாம் பார்க்கிறோம், எருசலேம் என்று சொல்லப்படுகிற இடம் இந்த கிறிஸ்தவர்களுக்கு ஆதிம காலகட்டத்தில் வந்த கிறிஸ்தவர்களுக்கான ஒரு முக்கியமான ஒரு இடமாய் இருந்தது. അതിന്റെ പ്രധാന ആളാണ് ജെയിംസ്, യാക്കോബ്. அதுக்குள்ளாக இருந்த முக்கியமான ஒரு நபர் தான் யாக்கோபு. ഇന്നത്തെ ഭാഷ പറഞ്ഞ ബോർഡ് ചെയർമാൻ ആണ് യാക്കോബ്. அந்த நாட்கள் நாம் நம்முடைய பாஷையில் சொல்ல வேண்டும் என்றால் போர்டினுடைய தலைமை സ്ഥാനத்தில் இருக்கிறவர். പൗലോസേ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പൗൽ, என்ன நீங்க சொல்றீங்க? കൗൺസിലിൽ പോലും ഇല്ലാത്ത നീയാണോ പറയുന്നത് യാക്കോബിന്റെ ആളുകൾ വരുന്നതിന് മുമ്പ്? കൗൺസിലിൽ കൂടെ ഇല്ലാതെ നീങ്ങളാ சொல்றீங்க യാക്കോബിന്റെ നബറുകൾ വരികയാர்கள்? പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ കൗൺസിലിൽ ഒന്നും ഇല്ല, പക്ഷെങ്കിൽ മേളിലൊരാളുമായിട്ട് ബന്ധമുണ്ട്. അവരെ சொல்றாரு, நான் எந்த கவுன்சிலையும் கிடையாது, ஆனா மேல ஒருவரோடு எனக்கு உறவுண்டு. അങ്ങനെയുള്ളവർക്ക് ഇത് പറയാനൊക്കത്തുള്ളത്. அப்படி இருக்கறனால சொல்ல முடியும். എന്തോ പറയുന്നത്? യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും. യെരുശലേമിൽ നിന്ന് ഒരു ടീം വന്നു. എങ്ങോട്ട് വന്നു? ഈ ഗലാത്യ സഭകളെ ഒന്ന് പരിശോധിക്കാൻ വന്നു. யாக்கோபினிடத்திலிருந்து ஒரு பெரிய டீம் ஒன்று வருது. எங்க வராங்க? இந்த கலாத்திய சபையை ஆராயும்படிக்கு வராங்க. പക്ഷെ ഇവര് വരുന്നതിന് മുമ്പ് ആരാന്നറിയാമോ? നമ്മുടെ വലിയ പീറ്റർ ജാതികളോടുകൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. நாம் பார்க்கிறோம், இதற்கு முன்பாகவே நம்முடைய மூப்பராக இருக்கிற அந்த பேதுரு ஜாதிகளாய் இருக்கிறவரோடு கூட உணவு உண்டு கொண்டிருந்தார். അന്നത്തെ കാലത്ത് ടേബിൾ ഫെലോഷിപ്പ് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ഡീൽ. அந்த நாட்களிலே விதமாய் ஒருமனமாய் உட்கார்ந்து உண்பது ஒரு பெரிய காரியம். ഒരിക്കലും യഹൂദൻ ജാതികളുടെ കൂടെ കഴിക്കാൻ ഇരിക്കത്തില്ല. யூதன் ஜாதிகளாய் இருக்கிறவரோடு கூட இணைந்து உட்கார்ந்து உண்ண மாட்டான். ഒരു കോമൺ പ്രയോഗമായിരുന്നു നായ്ക്കൾ എന്നുള്ള പ്രയോഗം. സാധാരണமாக சொல்லுகிற ஒரு காரியம் தான் அவர்களை குறித்து നായ്ക്കൾ என்று. ഇസ്രായേൽ പൗരത്വം ഇല്ലാത്തവര്, ഇസ്രായേൽ പൗരത്വം ഇല്ലാത്ത ജാതികൾ, அவர்கள் ഇസ്രായേലിൻ അധികാരം ഇല്ലാത്തവர்கள், പ്രത്യാശയില്ലാത്തവർ, ഇവർക്ക് നம்பிக்கை இல்லை. ഞങ്ങൾ ഏകസത്യ ദൈവത്തെ, നിങ്ങൾക്ക് പല ദൈവങ്ങൾ. நாங்கள் ஒரே தேவனை ஆராதிக்கும், உங்களுக்கு பல தேவன்கள். ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്, മോശ നേതാവായിട്ടുണ്ട്, നിങ്ങൾ ഒന്നുമില്ലാതെ, വാഗ്ദത്തവും പ്രത്യാശ ഇല്ലാത്തവർ. எங்களுக்கு അബ്രഹാം തകപ്പനും മോശ തലവനുമായി இருக்கும்போது உங்களுக்கு யாரும் கிடையாது, எந்த நம்பிக்கையும் கிடையாது. ഒരു യഹൂദ പുരുഷന്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന, താങ്ക് ഗോഡ് ഐ ആം നോട്ട് എ ജെന്റൈൽ, താങ്ക് ഗോഡ് ഐ ആം നോട്ട് എ വുമൺ. ஒரு யூதர் ஜெபிக்கும் பொழுது எல்லா நாளும் ஜெபிக்கிற ஒரு காரியம், ஆண்டவரே நான் ஒரு ஜாதி அல்ல, நான் ஒரு ஸ்திரீ அல்ல என்று அவன் ஜெபிக்கிறதே பெருமை. ഈ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പത്രോസ് ഇപ്പൊ ഇരുന്ന് കഴിക്കുക. എന്നാ രസം വിളമ്പിക്കാട്ട്, കുഴപ്പമില്ല, ഒരുമിച്ചിരിക്കാം. இங்கே எல்லாரும் ஒன்னா உட்காரும் போது நாம் பார்க்கிறோம், இந்த பேதுரு அவங்களோட சேர்ந்து பரவாயில்ல உட்காருங்க, நம்ம ഒന്നാവേ சாப்பிடுவோம்னு சொல்றோம். ഇച്ചിരി പ്രയാസമായിരുന്നെന്ന് തോന്നുന്നു. കാരണം അപ്പോസ്തലപ്രവൃത്തി 10 അറിയാമല്ലോ, ആ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോകാൻ ഇച്ചിരി പ്രയാസം. അതുപോലുള്ള ഒരു പ്രയാസത്തിന് നടുവിൽ കസാരയൊക്കെ വലിച്ചിട്ട് ഇരുന്നു. கொஞ்சம் கஷ்டம் தான். நாம் பார்க்கிறோம், அப்போஸ்தலர் நடவடிக்கையில கொர்நேலியுஸ்னுடைய வீட்டுல நடந்த காரியங்கள் நமக்கு கொஞ்சம் கஷ்டமான காரியம் தான். ஆனாலும் ஒரு நாற்காலி இழுத்து போட்டு அவர் உட்கார்ந்தார். ഇതിനകത്ത് ഈ പത്രോസിന്റെ സമയത്ത് ഗുണപ്പെടാത്ത ഒരാൾ ഉണ്ടെന്ന് വെക്കുക. ആള് പത്രോസിനെ മാറ്റിക്കൊണ്ട് പോയി, അച്ഛാൻ ഇവരോട് ഇരിക്കണോ? அப்போ அந்த இடத்துல அவரோடு கூட ஒருத்தருக்கு கூட்டிட்டு போய் பேதுரு அழைத்து தனியா கூட்டு போய், ஐயா நீங்க இவங்க கூட உட்காரணுமா? നമുക്ക് ചില പരിചയങ്ങളൊക്കെ ഇല്ലേ?
நமக்கு சிலவங்கெல்லாம் தெரியும்ல. ഈ ഈ ഈ കുത്തിത്തിരിപ്പുകാർ പലപ്പോഴും വരുന്ന ഇതൊക്കെ പറഞ്ഞോണ്ടാ കേട്ടോ. இத சொல்லி இந்த மாதிரி திருப்புறவங்க சிலவங்க இதுக்குனே வருவாங்க. ഒരാൾ വന്നെന്ന് വെക്ക്, നമുക്ക് ചില പരിചയങ്ങളൊക്കെ ഇല്ല. யாரா வந்தாங்கன்னா உடனே சொல்லுவாங்க நமக்கு சில காரியங்கள் எல்லாம் இல்லையா. അപ്പോഴത്തേന് ശബ്ദമൊക്കെ അങ്ങ് മാറും, ഭയങ്കര ഗൗരവത്തിലേക്കൊക്കെ അങ്ങ് മാറും. உடனே அவன் சத்தம் எல்லாம் மாறும், ரொம்ப கௌரவமா பேசுவான். നമ്മുടെ പരിചയങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് കളഞ്ഞു കുളിക്കാനും. நமக்கு சில காரியங்கள் எல்லாம் உண்டு, அதெல்லாம் சும்மா அப்படிலாம் விட்டுற முடியாது. പത്രോസ് എന്ത് പറഞ്ഞാണ് തിരിച്ച്? பேதுரு என்ன சொல்லியிருப்பாரு? യേശു എന്തുവാടാ എനിക്ക് വേണ്ടി ചെയ്തേ? இயேசு என்ன எனக்காக செய்தாரு? യേശു എനിക്ക് വേണ്ടി ചെയ്തു തന്നെയല്ലേ അവന് വേണ്ടിയും ചെയ്തേ? எனக்கு செய்ததானே உனக்கும் செஞ்சாரு. ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ടാണോ രക്ഷപ്പെടുന്നത്? நான் ஏதாவது செய்த செயலினாலயா ரட்சிக்கப்பட்டேன்? ഞാനും ജാതിയും ക്രൂശിന്റെ ചുവട്ടിൽ ഒന്നല്ലേടാ? நானும் இந்த ஜாதியா இருக்கிறவர் அந்த சிலுவையின் நிழலிலே ஒண்ணுதானே? അബ്രഹാമിന്റെ മകനായിട്ടാണോ എനിക്ക് രക്ഷ വന്നേ? അബ്രഹാമിന്റെ മകനാണനാல എനിക്ക് രക്ഷ ഉണ്ടായി. ന്യായപ്രമാണം കൊണ്ടാണോ എനിക്ക് രക്ഷ വന്നേ? ന്യായപ്രമാണത്തിനാലെ ഉണ്ടായിട്ടാ? പരിച്ഛേദന കൊണ്ടാണോ എനിക്ക് രക്ഷ വന്നേ? പരിശുദ്ധനാലെ ഉണ്ടായിട്ടാ? യേശുവിലൂടെ അല്ലേ രക്ഷപ്പെട്ടെ? ഇത് യേശുവിൻ മൂലം തന്നെ. ഈ ജാതിയും യേശുവിലൂടെ അല്ലേ രക്ഷപ്പെട്ടെ? இந்த ஜாதியானவனும் அப்படிதான் രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ ഒന്നല്ലേ? நாங்க ஒண்ணுதானே. അപ്പം ഈ കുത്തിത്തിരിപ്പുണ്ടായ അച്ഛൻ ഇങ്ങനെ മാറി അങ്ങ് നിന്നു. അപ്പൊ ഇത് തിരുപ്പുറവൻ വന്ന അവൻ கொஞ்சம் തള്ളി ഉക്കാന്നു. നടന്നില്ല, നടക്കില്ല. നോക്കിയതാ, നടന്നില്ല. അവൻ செஞ்சு பார்த்தா முடியல. രസം വീണു, തോരൻ വീണു, കഴുപ്പ് തുടങ്ങി. அங்க ரசம் ஊத்துனாங்க, பொரியல் போட்டாங்க, ஆகாரம் உண்ண ஆரம்பிச்சு. ഇത്രയൊക്കെ ധൈര്യത്തിൽ അങ്ങ് പറഞ്ഞെങ്കിലും ഇച്ചിരി പ്രയാസമാ യവനന്റെ അടുക്ക ഇരിക്കാൻ. அவ்வளவு தைரியமா எல்லாம் பேதுரு சொன்னாலும் கொஞ்சம் கஷ்டம் தான் இவன் பக்கத்துல உட்காருது. അപ്പോഴാണ് ഫോൺ അടിച്ചു. அப்ப போன் அடிச்சு യാക്കോബും ടീമും വരുന്നുണ്ട്. யாக்கோபும் அவங்களுடைய டீமும் வராங்க. ഒരു 10 മിനിറ്റിനുള്ളിൽ വരും ഇവിടെ. 10 நிமிஷத்துல வந்துருவாங்க. എന്തോ ചെയ്തു പത്രോസ്? என்ன செய்யும் பேதுரு? എനിക്ക് ഇപ്പൊ ഇനിയും ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചോളാം. அப்ப பேதுரு உடனே எனக்கு இப்ப வேணாம், நான் கொஞ்சம் பொறுத்து சாப்பிடுறேன். ഞാൻ അല്ലേലും ഓർത്ത ഇപ്പൊ ഇരിക്കണ്ട. அல்ல நான் இல்லாட்டி நினைச்சேன் இப்ப உட்கார வேணாம்னு நினைச்சேன். പറയുമോ നിങ്ങളുടെ കൂടെ ഇരുന്ന പ്രശ്നമാന്ന് പറയുമോ? உங்களோடு கூட உட்கார்ந்த பிரச்சனை சொல்ல முடியுமா? അതൊന്നും പറയത്തില്ല. அது சொல்ல மாட்டேன். പല നമ്മൾ പറയുന്ന കാരണോ അല്ല യഥാർത്ഥ കാരണം. നാമും പല നേരത്തെ ചൊല്ലുന്ന കാരണമല്ല ഉണ്മയാണ് കാരണം. ആരാധനയ്ക്ക് കഴിഞ്ഞൊരു ദിവസം ഞാൻ കേട്ടതാ, പലയിടത്ത് പറഞ്ഞതാ, ഈ ആരാധനയ്ക്ക് ഇംഗ്ലീഷ് പാട്ടിന്റെ സമയത്ത് ഒരു അങ്കിൾ അംഗീകരിക്കും. நான் கேட்ட ஒரு காரியம், ஆராதனையிலே ஆங்கில பாடல் பாடும் பொழுது ஒரு அங்கிள் உட்கார்ந்துருவார். മലയാളവും ഇംഗ്ലീഷും പാട്ടുകളുള്ള ഒരു ചർച്ചില് മലയാളം പാട്ടിന്റെ സമയത്ത് കൈയടിക്കാണ്, ഇംഗ്ലീഷ് തുടങ്ങുമ്പോൾ അങ്കിൾ അങ്ങ് ഇരിക്കും. മലയാളവും ആംഗലവും இருக்கிற ഒരു സഭയിലെ മലയാളം പാടലുകൾ പാടുമ്പോൾ നിപ്പാറാ, ആംഗലം പാടുമ്പോൾ ഉட்கார்ந்துருவார். അപ്പൊ ഈ ഇംഗ്ലീഷ് പാടുന്ന പിള്ളേർക്ക് അത് ഭയങ്കര പ്രയാസമായി. അപ്പൊ ആംഗലത്തിലെ പാടുന്ന പിള്ളേർക്ക് கொஞ்சம் കഷ്ടമായിடுச்சு. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്രധാന അച്ചാരാ. நம்ம முதல்ல சொன்ன மாதிரி ஒரு முக்கியமான நபர். കീബോർഡിസ്റ്റും ഗിറ്റാറിസ്റ്റും ഒക്കെ പറഞ്ഞ എന്താടാ അങ്കിൾ എല്ലാ ദിവസവും നമ്മൾ പാടുമ്പോ ഇരിക്കുന്നത്? കീബോർഡ് വാസിക്കർ, ഗിറ്റാർ വാസിക്കർ എന്നപ്പാ ഡെയിലി അങ്കിൾ നമ്മ പാടുമ്പോൾ അവര് പോയി ചോദിച്ചു, എന്തോ അങ്കിളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, മലയാളം പാട്ടിന് സമയത്ത് എഴുന്നേക്കുന്നു, അല്ലാതെ അങ്ങ് ഇരിക്കുവാ. அவங்க போய் கேட்டாங்க, அங்கிள் என்ன அங்கிள் நாங்க பாடும்போது மட்டும் நீங்க உட்கார்றீங்க, ആ மலையாளம் മോനെ അത് പ്രായമൊക്കെ ആടാ, കാല് കാല് കാല്. உடனே அவர் சொல்றாருப்பா எனக்கு வயசெல்லாம் ஆயிடுச்சு, காலெல்லாம் முடியலப்பா. അപ്പോഴേ കേട്ട ആൾക്ക് മനസ്സിലായത് ചുമ്മാ. அப்போ கேட்டவங்க தெரியும் சும்மா சொல்றாரு. പല സത്യങ്ങളും വെളി വരണമെങ്കിൽ ഫുഡ് വിളമ്പിയാ മതി. അനേക സത്യങ്ങൾ വെളിയെ വരണമെന്നാ ആഹാരത്തെ നീங்க വെച്ചാ പോതും. ആ ചർച്ച് റിട്രീറ്റ് നടന്നപ്പോ ബാർബിക്യൂവിന്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, അങ്കിളെ ഇംഗ്ലീഷ് പാട്ടിന് എന്താ എഴുന്നേക്കാത്തെ? அந்த சர்ச்சில் ரிட்ரீட் நடக்கும்போது பார்பிக்யூன் மத்தியிலே ஒருத்தன் போய் கேட்ட, அங்கிள் ஏன் ஆங்கில பாடல் நடுவில் நீங்க எழுந்திரல? തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? என்ன சொன்னாரு தெரியுமா? എന്റെ കൊച്ചുമോള് പാടാത്തടത്ത് ഞാൻ എന്തിനു എഴുന്നേക്കണം? என்னுடைய பேத்தி பாடாத இடத்துல நான் ஏன் எழுந்து நிக்கணும்? പറഞ്ഞത് എന്തുവാ? കാൽമുട്ട് വേന. அவர் என்ன இவங்க கிட்ட சொன்னாங்க? கால் முட்டிக்கு வலி. സംഭവം എന്തുവാ? உண்மை என்ன? 2 പാട്ടുകാർക്കുള്ള മൈക്കേ ഉള്ളൂ. 2 பேருக்கு இருக்கிற மைக்கு தான். കൊച്ചുമോള് പാടത്തുമില്ല, പേത്തി പാടവും മാട്ടാ. 2 ദിവസം പാട്ട് കൊടുത്തപ്പോഴേ മൈക്കാരം പിടിച്ച് സ്വിച്ച് എല്ലാം തിരിക്കുക, വേറെ സ്കെയിലാ പാടുന്നത്, ഇത് വെക്കാൻ ഒക്കത്തില്ല. 2 நாள் மைக்க கொடுத்து பாட சொன்னாலே அந்த பொண்ணு பாடின உடனே மைக்கு எல்லாம் தவறா பாடுற, சுவிட்ச் எல்லாம் பிரிக்கி விட்டாங்க. കൊയർ ലീഡർ പറഞ്ഞു, മോള് പാടാതെ നമുക്ക് പിന്നീട് അത് ഇഷ്ടപ്പെട്ടില്ല. கோயர் லீடர் சொன்னார், அம்மா நீ இப்ப பாட வேணாம், நம்ம அப்புறமா அதை பத்தி யோசிப்போம், அது அவங்களுக்கு பிடிக்கல. അതുകൊണ്ട് അച്ഛന്റെ തീരുമാനം ഞാൻ എഴുന്നേക്കത്തില്ല. அதனால அவர் ஒரு தீர்மானம் எடுத்தார், நான் எழுதற மாட்டேன். പ്രിയ ദൈവമക്കളെ, ആരാധന ആർക്ക് വേണ്ടിയാണ്? இது யாரு குறித்து பேசுறோம்? ഇതിനെ കാണുന്ന ഒരു സ്വർഗമില്ലേ? നമ്മை பார்க்கிற ஒரு பரலோகம் இல்லையா? എനിക്ക് രസം തോന്നാൻ അല്ലല്ലോ ഇവിടെ പാട്ട്. இங்க எனக்கு மகிழ்ச்சி உண்டாக அல்ல இங்க பாட்டு. എന്റെ ആള് പാടുമ്പം ഒരു ഗ്ലോറി, എന്റെ ആള് പാടാത്തപ്പം ഇതല്ലല്ലോ ആരാധന. என்னுடைய ஆடு பாடும் பொழுது ഗ്ലോറി ഇല്ലാത്ത നേരത്തിൽ அமைதி, അതല്ല നാം അழைക്കപ്പെട്ടത്. ഈ പാട്ടുകൾക്കൊക്കെ നല്ലൊരു അനുഭൂതി ഉണ്ടാകാൻ അല്ല ഇവിടെ പാടുന്നത്. இந்த பாடலுக்கெல்லாம் ஒரு அனுபவம் உண்டானதுனால
உண்டாயிற்றதல்ல. ഈ ഇത് പാടുന്നത് നോക്കുന്ന സ്വർഗമുണ്ട്. இதை பாடுபடுது பார்க்கிற ஒரு பரலோகம் உண்டு. വർഷിപ്പിന്റെ ഓഡിയൻസ് മനുഷ്യരല്ല, വർഷിപ്പിന്റെ ഓഡിയൻസ് രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവമല്ലേ. நாம் பார்க்கிறோம் ஆராதனை நடக்கும் பொழுது ஆடியன்ஸ் மனுஷர்கள் அல்ல, ராஜாதி ராஜாவா இருக்கிற நம்முடைய கர்த்தராகிய தேவன் அல்லவா. അറിയാതെ പോലും നമ്മുടെ സ്വാർത്ഥതയും ദുരഭിമാനവും കാണിക്കേണ്ട ഇടമല്ല ആരാധനാ സ്ഥലം. நாம் எந்த இடத்திலே ஆராதனை செய்கிறோம் அந்த இடத்திலே நம்முடைய வெறுப்பை காட்ட வேண்டிய இடம் அல்ல. സഭയെ നശിപ്പിക്കാന്ന് പറഞ്ഞ കല്ലും മണ്ണും എറിയുന്നതല്ല. ദുരഭിമാനത്തോടെ അഹങ്കാരത്തോടെ സ്വന്തം ഇഷ്ടങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉള്ളവർ സഭയ്ക്കകത്ത് വന്നാൽ അവരെ വിളിക്കുന്നതാണ് സഭയെ ഉപദ്രവിക്കുന്നവർ, സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയവർ. விதமான சிந்தனைகளோடு பேசி செயல்படுகிறவர்களை அழைக்கிற பேருதான் சபைக்கு விரோதமாய் செயல்படுகிற நபர்கள் என்று. ഇതുപോലെ ഉണ്ട് സൺഡേ സ്കൂളിലും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. இதெல்லாம் ஞாயிறு பள்ளிகளிலும் இப்பொழுது நடந்து கொண்டிருக்கிற காரியங்கள். സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ നമുക്ക് ഇഷ്ടപ്പെട്ട ആന്റി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിടത്തില്ല. சண்டே ஸ்கூலுடைய ஹெட் மாஸ்டர் பிடிக்காத நபர்னா அவங்க அனுப்ப மாட்டாங்க. എന്തോ പറയുന്ന പോരാ, പഠിപ്പീര് போരാ. அவங்க சொல்லுவாங்க அவர் சரியா கற்றுக் கொடுக்கறது. അവൻ രാത്രി കിടന്നിട്ട് താമസിച്ചാ എഴുന്നേക്കുന്നേ. அவங்க நைட்டு படுத்து காலையில லேட்டா தான் எழுந்துறாங்க. കാരണം താമസം എഴുന്നേക്കുന്ന ഒന്നുമല്ല, അപ്പനും അമ്മയും കൂടെ കൂട്ടു നിൽക്കുകയാണ്. അവരുടെ പക വീട്ടാൻ വേണ്ടി കൂട്ടു നിൽക്കുകയാണ്. அப்பாவும் அம்மாவும் நின்று அவர்களுக்கு இருக்கிற அந்த விரோதத்தை அந்த பகையை போக்கும்படிக்கு இந்த காரியத்தை அவர்கள் ஒழுங்கு செய்கிறார்கள். ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം നോട്ടിൽ ഇല്ലാത്ത കാര്യമാണ്. இப்பொழுது நான் சொல்லுகிற காரியம் என் நோட்ல கிடையாது. അതിന്റെ അർത്ഥം ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് വ്യക്തമായി ഇന്ന് രാവിലെ ഇടപെടാനുണ്ട്. அதனுடைய அர்த்தம் இங்கே இருக்கிற சிலவர்களோடு ஆண்டவர் திட்டவட்டமாக பேசுகிறார். നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? நீங்க உங்க பிள்ளைகளை நீங்கள் கெடுப்பது எப்படி தெரியுமா? അവരെ സിനിമ വെച്ച് കൊടുക്കുമ്പോൾ മാത്രമല്ല, சினிமா வைத்து கொடுக்கும் பொழுது மட்டுமல்ல, അവരെ കുറെ പൈസ കൊടുക്കുമ്പോൾ മാത്രമല്ല, நிறைய பணம் கொடுக்கும் பொழுது அல்ல, സഭയിൽ സൺഡേ സ്കൂള് പോകേണ്ടവരെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി മോൻ പോകണ്ട ഒരാൾക്കെതിരെയുള്ള യുദ്ധം തീർക്കാൻ നീ നിന്റെ മകനെ ഉപയോഗിച്ചാൽ, നീ നിന്റെ മകളെ ഉപയോഗിച്ചാൽ വരുന്നു ദൈവത്തിന്റെ ശിക്ഷണം നിന്റെ കുടുംബത്തിൽ. ஞாயிறு பள்ளி கடப்ப வேண்டிய இடத்திலே பகை போக்கும்படிக்கு நீ போக வேண்டாம் என்று சொல்லி அந்த பிழையை தனக்கும்படுத்தும் பொழுது நன்றாக தெரிந்துக்கொள், தேவனுடைய நியாய தீர்ப்பு உனக்கெதிரே வருகிறது. ഇതൊരു പകപോക്കൽ ഇടമല്ലെന്ന് സഭയുടെ ക്രമീകരണങ്ങൾ. வெறுப்பை தீர்த்து கொள்ளுகிற இடமல்ல சபை. ഇത് കണ്ടോണ്ടിരിക്കാൻ നമ്മുടെ ദൈവം മനുഷ്യനല്ല. இதை பார்த்து கொண்டிருக்கும்படிக்கு நம்முடைய கர்த்தர் மனிதன் அல்ல. നമ്മൾ സേവിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവമാണ്. நாம் அழைக்கிற தேவன் உண்மையுள்ளவர். അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ്. அவர் ஆராதனைக்கு உகந்தவர். അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഭയത്തോടും വിറയലോടുമല്ലേ നമ്മളായിരിക്കേണ്ടത്. இருந்தால் பயத்தோடும் முழு இதயத்தோடும் தேவ சமூகத்தில் நாம் இருக்க வேண்டும். എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ചവരെല്ലാം 2 മിനിറ്റ് കൊടുത്ത് 4 മിനിറ്റാ പ്രാർത്ഥിച്ചത്. ഇതിന്റെ അടിസ്ഥാനം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. இது எனக்கு ஜெபிக்க நேரம் கிடைக்கல, அதனால ஜெபிக்க நேரம் கொடுத்தவர் 2 மினிட்டுக்கு பதிலா 4 மினிட் மிதமாக பேசுகிற இந்த காரியம் அல்ல. ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല, വേറൊരാൾ എനിക്ക് കിട്ടാത്ത ചെയ്യരുത്. நான் 5 நிமிஷம் ஜெபம் பண்ணா பரவாயில்ல, ஆனா எனக்கு கிடைக்காத வாய்ப்பு இன்னொரு ஆளுக்கு கிடைச்சா எப்படி? പറയുന്ന കാരണം ഒന്ന്, ഹൃദയത്തിലുള്ളത് വേറൊന്ന്. சொல்ற காரணம் ஒன்று, உள்ளத்தில் இருக்கிற உண்மை வேறு. യാക്കോബിന്റെ ആൾക്കാർ വന്നപ്പോ പത്രോസ് അങ്ങ് എഴുന്നേറ്റ് മാറി. யாக்கோபினுடைய நபர்கள் வந்தவுடனே பேதுரு எழுந்து தள்ளிவிட்டான். മുമ്പത്തെ ആദ്യത്തെ അച്ഛൻ നോക്കി ഇന്ന് ചിരിപ്പുണ്ട്. முதல்ல அவர் பேசினவர் பார்த்து சிரிச்சிட்டே இருக்கிறாரு. പാസ്റ്റർ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു, ഇവരോട് பாஸ்டர் இதுதானே உங்ககிட்ட முதல்ல சொன்னேன், கூட உட்காராதீங்கன்னு. എന്റെ ചിന്തയിൽ പത്രോസ് ന്യൂട്രലിൽ, അതല്ലേ നമ്മുടെ വാക്ക്, ന്യൂട്രലിൽ അങ്ങ് മാറി. நானு நம்ம சொல்றது போல நியூட்ரல்ல பேதுரு அப்படியே அங்கிருந்து நழுவிட்டார். പക്ഷേ അതിനെ പൗലോസ് കണ്ടത് എങ്ങനെയാണെന്നറിയോ? ஆனா அதை பவுல் பார்த்தது எப்படி தெரியுமா? അല്ല, ഞാൻ ചോദിക്കുകയാണ്, അവിടെ എന്തോ CCTV ഉണ്ടായിരുന്നു? அத என்ன അന്നേക്ക് എங்க CCTV இருந்ததா? എങ്ങനെ അറിഞ്ഞു? எப்படி தெரியும்? എങ്ങനെ ദൂരെ മൈലുകൾ മാറി നിന്ന ആളറിഞ്ഞു ഇങ്ങനൊരു സംഭവം അന്ത്യോക്യ നടന്നു? அங்கே மைலுகள் தூரத்தில் இருக்கிற ஒரு நபர் எப்படி அவருக்கு தெரிந்தது இங்கே அந்தியோக்கியாவிலே இவ்விதமான ஒரு சம்பவம் நடந்திருக்கிறது? ഇന്നത്തെ പോലെ ഇതില്ലല്ലോ, കൈ ഫോൺ ഇല്ലല്ലോ, എഴുന്നേറ്റല്ലേ ഒന്നും ഇല്ലല്ലോ. இவ்விதமாக இப்ப இருக்க மாதிரி போன் கிடையாது. எழுதிட்டார்ல, இவ்விதமா இல்ல, எதுவும் கிடையாது.
ചിലര് പറയായിരിക്കും ദർശനം കണ്ടായിരിക്കും. എനിക്ക് അതിനെക്കാട്ടി വിശ്വാസം വേറൊന്നാണ്. சிலவங்க சொல்லுவாங்க நான் தரிசனம் பார்த்து எனக்கு அதை காட்ட நம்பிக்கை வேற உண்டு. എന്റെ വിശ്വാസ്യത കൊരിന്ത് ലേഖനം എഴുതാൻ കാര്യം ക്ലോവയിലെ ആളുകൾ പോലെ അവിടെ കുറച്ചു പേര് അത് കണ്ടോണ്ട് നിന്ന് അപ്പോസ്തലനെ വിവരം അറിയിച്ചു, പാസ്റ്ററെ ഈ പ്രവണത തെറ്റാണ്. அங்கே குளோவில எவ்விதமாக அவர் இருந்து நிரூபணத்தை எழுதினால் அவ்விதமாக அங்க சிலவர்கள் அப்போஸ்தலருக்கு விவரத்தை கொடுத்தார்கள். பாஸ்டர் விதமான காரியங்கள் சரியல்ல. ദൈവത്തിനൊരു ശേഷിപ്പ് എക്കാലത്തുണ്ട്. தேவன் எப்பொழுதுமே ஒரு சேட்சிப்பை வைத்திருப்பார். ഈ ചെന്നൈ ഡിസ്ട്രിക്ട് സെന്ററിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. இந்த சென்னை சென்ட்ரல் டிஸ்ட்ரிக்ட்லயும் கர்த்தர் சிலவர்களை மாற்றி வைப்பார். എല്ലാത്തിനും കൈയടിക്കാത്ത ഒരു കൂട്ടം, எல்லாத்துக்கும் கரங்களை தட்டாத ஒரு கூட்டம், അന്യായം കണ്ടാൽ അതിനെ ചോദിക്കുന്ന ഒരു കൂട്ടം, அநியாயத்தை பார்த்தால் கேள்வி கேட்கிறவர்கள், സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം, சத்தியத்துக்காக நிற்கிற கூட்டம், നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്ന ഒരു കൂട്ടം, பரலோகத்துக்காக காத்திருக்கிற கூட்டம். ദൈവത്തിന് എക്കാലത്തും ഒരു ശബ്ദമുണ്ട്. தேவனுக்காக விதமான ஒரு கூட்டம். എല്ലാവരെയും ഒരുപോലെ നശിപ്പിക്കാൻ കഴിയുകയില്ല. அவர்களை முடிக்க முடியவே முடியாது. പത്രോസ് ഇങ്ങനൊരു കാര്യം ചെയ്താലും അത് കണ്ടു വേദനിച്ച ഒരു വിശ്വാസി അവിടെ കാണും. அந்த இடத்திலே பேதுரு விதமான ஒரு காரியம் செய்தாலும் அதை பார்த்து வேதனை அடைந்த ஒரு விசுவாசி அங்க இருந்தார். വിശ്വാസികൾക്ക് പത്രോസിനെ കാട്ടി മീതെ വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. பேதுருவை பார்த்து அவரை காட்டிலும் வெளிப்பாடு விசுவாசிக்கு உண்டாயிற்று என்று சொல்லும் பொழுது என்னால் நம்ப முடியவில்லை. ഇത് എഴുതുന്നയാള് പത്രോസിന്റെ ജൂനിയർ ആകട്ടോ. இது எழுதுகிறவர் பேதுருவின் ஜூனியராக இருக்கிறவர் தான் எழுதுறார். സീനിയർ ആള് പത്രോസാ, சீனியர் தான் பேதுரு. പക്ഷെ ഈ പരിപാടി കാണിച്ച ആരാ? ஆனா இந்த காரியத்தை நடத்தின സീനിയർ ആളാ ചെയ്തത്. சீனியர் தானே. ജൂനിയറിന് മിണ്ടായിരിക്കരുതോ, ഇതൊക്കെ എങ്ങനെ? പക്ഷേ എന്താ എഴുതിയെന്നറിയാമോ? ഇത് തന്റെ പ്രശ്നമല്ല, ഇത് ക്രിസ്തുവിന്റെ ഒരു പ്രശ്നമാണ്. இங்கே ஜூனியரா இருந்தவர் சரி பரவாயில்ல ஏதோ நடந்ததுன்னு சொல்லிட்டு விட்டுருக்கலாமே, அவர் அப்படி எழுதல. அவர் சொல்றாரு இது என்னுடைய பிரச்சனை அல்ல, இது கிறிஸ்துவனுடைய பிரச்சனை. അതിന് പൗലോസ് ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്ന സമയത്ത് ഈ വാക്ക് സ്പഷ്ടമായി പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇടപെട്ടു. ഈ പൗൽ சொன்ன ஒரு வார்த்தையுண்டு. இந்த காலையிலே நான் ஆவியானவருக்கு முன்பாக உட்கார்ந்த போது அவர் தெளிவாக என்னிடத்தில் பேசின ஒரு வார்த்தை. 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവർ വന്നപ്പോഴോ, ഈ യാക്കോബിന്റെ കൂട്ടർ വന്നപ്പോഴ് അവൻ എന്ന് പറഞ്ഞാൽ പത്രോസ് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. 13-ാമത്തെ വാക്യം, ശേഷം യഹൂദന്മാരും അവനോട് കൂടെ, അടുത്ത വാക്കാണ് എന്റെ ഉള്ളിൽ പ്രകാശിച്ചത്, ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചു. நாம் பார்க்கிறோம் இந்த இடத்திலே அவர்களை பார்த்த உடனே பேதுரு பயந்து அவன் விலகி வந்தான். அதற்கு பிறகு அடுத்த வசனம் 13வது வசனத்திலே மற்ற யூதர்களும் அவனோடு கூட மாய நின்றார்கள். கபடம் காணிച്ചു. அவர்கள் விதமான மாயமான காரியங்கள் செய்தார்கள். എന്തുവാ കപടം കാണിക്കുക എന്ന് പറഞ്ഞാൽ? இவ்விதமாக மாயமான காரியங்களை செய்வது என்ன? നമുക്കറിയാം, കള്ളം പറയുന്നതാണോ ഇവിടുത്തെ കപടം? நாம் பார்க்கிறோம் இங்கே நாம் பொய் பேசுவதா இந்த காரியம்? അതല്ല ഇവിടുത്തെ കാര്യം. അതല്ല இந்த இடத்துல. എന്തുവാ ഇവിടെ കപടം എന്ന് പറഞ്ഞാൽ? இந்த இடத்துல மாயமாய் இருக்கிற காரியம் என்ன? ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹിപ്പോക്രസി. இங்கே ஆங்கிலத்திலே ஹிப்போக்ரசி என்று எழுதப்பட்டிருக்கிறது. കപട ഭക്തി. அவர்களுக்குள்ளாக தவறான பக்தி. എന്തുവാ ഈ കപടം എന്ന് ചോദിച്ചാൽ, இந்த இடத்துல இந்த மாய பண்ணினார்கள் என்று യേശു ഇവരെ രക്ഷിച്ചു എന്നറിയാം. യേശു രക്ഷിப்பை ഉണ്ടാക്കിனார் என்று தெரியும். യേശു ജാതികനെയും കൈക്കൊണ്ടെന്നറിയാം. ജാതികളെയും അവർ ഏറ്റുകൊണ്ടാർ എന്ന് தெரியும். ഞാൻ നിൽക്കുന്നത് കൃപയാലാണെന്നും അറിയാം. நான் நிற்பதும் கிருபையினாலே என்றும் தெரியும். എന്നാലും സമയം വന്നപ്പോ ഒരു വേർതിരിവ് കാണിച്ചു. ஆனாலும் நேரம் வந்தபோது அதிலே ஒரு வகைதிருப்பு. പറഞ്ഞതെന്താ? അതിന്റെ കാരണം അർത്ഥം എന്താ? ഞാൻ യേശുവിനാൽ രക്ഷിക്കപ്പെട്ടു. ഞാൻ യേശുവിനാൽ രക്ഷിക്കപ്പെട്ടെ. യേശുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ കപടതയില്ലാതെ അവന്റെ മുമ്പിൽ കാണിക്കണം, ഞാൻ എന്റെ സ്വന്തം മിടുക്കിൽ അല്ല രക്ഷപ്പെട്ടത്, ഞാൻ യഹൂദനായതുകൊണ്ട് അല്ല രക്ഷപ്പെട്ടത്, നിന്നെ പോലെ എനിക്ക് രക്ഷിതാവിനെ വേണമായിരുന്നു. അത് കാണിക്കാതെ അവനെ മാറ്റി നിർത്തിയതിനെ പൗലോസ് വിളിക്കുക, ഇത് കപടമാണ്. യേശുവിൻ മൂലമായി രക്ഷിക്കപ്പെട്ടവൻ ഒരു നാളും ഇവിധமான മായமான காரியங்களை செய்யாமல் மாயமன்றி அவன் காரியங்களை சுத்தமாக பரிசுத்தத்தோடு செய்து ரட்சிப்பு கர்த்தராலே உண்டானது என்பதை சொல்லியிருக்கலாம். ஆனால் அவர் அதை செய்யாததால் தான் പൗൽ ഇதை சொல்லுகிறார். ചുമ്മാത് വേണേ അത് പറഞ്ഞ് ലഘൂകരിക്കായിരുന്നു അല്ലേ? പത്രോസ് ആ സമയമായപ്പോ അങ്ങ് എഴുന്നേറ്റാ, എന്തേലും ആവശ്യം കാണും കേട്ടോ. പൗലോസ് അതിനെ പറഞ്ഞത്
2:14 സുവിശേഷത്തിന്റെ അനുസരണത്തിലല്ല നീ നടക്കുന്നത്. நாம் பார்க்கிறோம் பேதுரு அந்த நேரத்துல ஏதோ தேவனால எழுந்து போனார் என்று லேசாக அதை எழுதி இருக்கலாம். ஆனா பவுல் சொல்றாரு സുവിശേഷத்துக்கு ஏற்றவாறு அல்ல நீங்கள் செயல்பட்டது. ഈ എഴുന്നേറ്റത് എന്തിന്റെ ഇഷ്യൂവാ? அது எழுந்தது என்னுடைய காரணம்? പ്രാക്ടിക്കൽ ഇഷ്യൂ അല്ല. അതൊരു പ്രാക്ടിക്കലാണ് കാരണമല്ല. കൺവീനിയന്റ് ഇഷ്യൂ അല്ല. അവർക്ക് സൗകര്യமான കാര്യമല്ല. ഇത് ഗോസ്പൽ ഇഷ്യൂ ആണ്. ഇത് സുവിശേഷത്തിൻ കാര്യം. നീ ഏത് സുവിശേഷം വിശ്വസിച്ചു എന്നതിന്റെ പ്രത്യക്ഷ ആവിഷ്കാരമായി ഇവിടെ കാണിച്ചത്. നാം பார்க்கிறோம் எந்த சுவிசேஷத்தை நீ விசுவாசித்தாயோ அதற்கு விரோதமான சில செயல்பாடுகளை அங்கே நீ வெளிப்படுத்தியிருக்கிறாய். പത്രോസേ, നീ രക്ഷപ്പെട്ടത് കൃപയാലാണെങ്കിൽ, പേതുരുവേ നീ രക്ഷിക്കപ്പെട്ടത് കൃപയിനാലെ என்றால், നീ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് നിന്റെ കഴിവിലല്ല യേശുവിന്റെ രക്തത്താലാണെങ്കിൽ, இந்த அந்தகாரமான உலகத்திலிருந்து நீ രക്ഷിക്കപ്പെട്ടത് ഉன்னுடைய താളന്തിനാലെ അല്ല ക്രിസ്തുവിനാലെ என்றால், നിന്നെ വിലക്ക് വാങ്ങിയത് മനുഷ്യന്റെ രക്തമല്ല, മോശയുടെ ന്യായപ്രമാണമല്ല, യേശുവിന്റെ കൃപയും യേശുവിന്റെ ക്രൂശും ആണെങ്കിൽ, உன்னை விலக்கி வாங்கியது மோசையினுடைய காரணங்களோ அல்லது உன்னுடைய காரியங்களோ அல்ல, இயேசு கிறிஸ்துவின் இரத்தமாய் இருந்தால், എങ്ങനെ യവനനെ നീ ബോധ്യപ്പെടുത്തി അവൻ ചെറുതും നീ വലിയവനുമാണ്? இவர்களை எப்படி நீ இவர்களை எப்படி உன்னால் விளக்க முடிந்தது நீங்க சிறியவர்கள் நான் பெரியவன் என்று? പത്രോസ് എഴുന്നേറ്റ് മാറിയപ്പോ യവനന്മാർക്ക് തോന്നിയത് എന്താണെന്നറിയോ? பேதுரு எழுந்து போன உடனே இந்த யூதர்களுக்கு என்ன நடந்தது தெரியுமா? അല്ലേലും നമ്മൾ എന്നും സെക്കൻഡ് ക്ലാസ്സാ. இல்லனாலும் நம்ம எப்பவுமே தாழ்ந்தவங்க தான். എന്താ തോന്നിയത് അവർക്ക്? அவங்களுக்கு என்ன நினைச்சிருப்பாங்க? അവരൊക്കെ യഹൂദന്മാരല്ലേ, அவங்க யூதர்கள், ക്രിസ്തു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്, கிறிஸ்து கிறிஸ்துன்னு சொல்லுவாங்க. പക്ഷെ ഭിന്നിപ്പിച്ചു സഭയെ. ஆனா நேரம் வரும்பொழுது பிரிச்சிடுவாங்க. ഒരു കാര്യമുണ്ട്, ഈ കപടതയ്ക്ക് ഒരു സ്വാധീനമുണ്ട് എല്ലാ കാലത്തും. இந்த മായமான കാര്യങ്ങൾക്ക് ഒരു ചില കാര്യങ്ങൾ ഉണ്ട്, അത് ഗവനിക്കുക. ആ 13-ാം വാക്യം നോക്കിയ ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചു. പത്രോസ് കപടം കാണിച്ച കൂട്ടത്തിൽ കയറാൻ യഹൂദന്മാരെല്ലാരും ഉണ്ട്. ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. நாம் பார்க்கிறோம் அந்த இடத்திலே மற்ற யூதர்களும் அவனோடு கூட மாயம் பண்ணினார்கள், பேதுருவோடு கூட அவர்களும் செய்தார்கள் என்று எழுதப்படும் பொழுது பர்னபாசும் அதில் இருந்தான் என்று எழுதப்பட்டிருக்கிறது. കപടം കാണിക്കുന്നവർ എപ്പോഴും അവരൊരു സ്വാധീനം ഉണ്ടാക്കും. மாயம் பண்ணுகிறவர்கள், தவறான செயல்கள் செய்கிறவர்களுக்கு எப்பொழுதுமே விதமான சில காரியங்கள் இருக்கும். പത്രോസ് കപടം കാണിച്ചു, அன்று பேதுரு மாயம் பண்ணினான், യഹൂദന്മാരെ മുഴുവൻ സ്വാധീനിച്ചു. அது யூதர்களுக்கெல்லாம் அது ஒரு வழியா இருந்தது. ബർന്നബാസിനെ ഉൾപ്പെടെ സ്വാധീനിച്ചു. பர்னபாசும் அதில் அகப்பட்டான். ആരാ ബർന്നബാസ്? யாரு பர்னபாஸ்? ടാർസസിലിരുന്ന പൗലോസിനെ അവിടെ പോയി കണ്ടുപിടിച്ച് ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്ന സീനിയർ ആളാണ് ബർന്നബാസ്. ടാർസസിൽ ഇരുന്ന പൗலை പോയി பார்த்து അവരെ ஊழியத்துக்கு കൊണ്ടുവന്ന സീനിയറാണ് ஊழியர் தான் பர்னபாஸ். ഞാൻ ഓർക്കുമ്പോ ബർന്നബാസിന്റെ പേരങ്ങ് ഒഴിവാക്കായിരുന്നു, കാരണം നിങ്ങൾ ശുശ്രൂഷക്കായത് ബർന്നബാസ് നിമിത്തമല്ലേ. நான் நினைச்சேன் பர்னபாசுடைய பேரை நீங்க விட்டிருக்கலாமே, ஏன்னா நீங்க ஊழியத்துக்கு வந்ததுக்கு காரணமே அவர்தானே. പത്രോസിനെ പറഞ്ഞോ, പക്ഷെ നീ തർസോസിൽ ഇരിക്കേണ്ടവനാണ്, നിന്നെ ബർന്നബാസ് അല്ലേ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. பேதுருவை வேணா நீ சொல்லிக்கோ, நீ தர்சூஸ்ல இருக்க வேண்டிய உன்னை ஊழியத்துக்கு கொண்டு வந்தது பர்னபாஸ், அவரை விட்டிருக்கலாமே. ഇന്നത്തെ ഭാഷയാന്നേ പറയല്ലോ, ഒരു നന്ദി വേണം കേട്ടോ പറയുമ്പോ. நம்ம இந்த நாள் பாஷை சொல்லும்போது எப்பா எதுக்கு ஒரு நன்றி இருக்கணும் அப்படின்னு പൗലോസിന് തിരിച്ചു പറയാനുള്ള എന്താണെന്നറിയോ? ஆனா பவுல் என்ன சொல்ல தெரியுமா? എന്റെ നന്ദി മനുഷ്യനോടല്ല, என்னுடைய நன்றி மனுஷனுக்கு. സുവിശേഷത്തോട് യോഗ്യമായി നടക്കാത്തത് കണ്ടാൽ ബർന്നബാസ് ആണേലും പത്രോസ് ആണേലും എല്ലാരും എനിക്ക് എതിരാണെങ്കിലും തന്നെ നിൽക്കേണ്ട വന്നാലും സുവിശേഷത്തിന് വേണ്ടി ഞാൻ നിൽക്കും. சுவிசேஷத்துக்கு விரோதமாக இருக்கிற எந்த ஒரு காரியமாக இருந்தாலும், அது பர்னபாஸாக இருந்தாலும், யாராக என்னை விற்க வேண்டும் என்றால் நான் அதற்கு எதிர்த்து நிற்பேன். തന്നെ നിൽക്കേണ്ട വന്നാലും സുവിശേഷത്തിന്റെ നേരിന്റെ നടപ്പിന് വേണ്ടി ദൈവം ഈ ചെന്നൈ സെൻട്രൽ ഡിസ്ട്രിക്റ്റിൽ ഇവിടെ ഒരു കൂട്ടത്തെ അന്വേഷിക്കുന്നത്. அவர்களை விற்க வேண்டும் என்றாலும் சுவிசேஷத்துக்காக நேர்மையோடு செயல்படுகிற தெளிவான சிலவர்களை இந்த சென்னை சென்ட்ரல் டிஸ்ட்ரிக்റ്റിലെ கர்த்தர் ஒதுக்க போகிறார். സമയം പോകുന്നതുകൊണ്ട് പറയാനുള്ളത് വേഗത്തിൽ പറയാം. நேரம் போவதனால சீக்கிரமாக சொல்லி முடிக்கிறேன். എന്താ പൗലോസേ നിങ്ങളുടെ ദുഃഖം? என்ன பவுலே உன்னுடைய வருத்தம்? എന്തിനാ കരയുന്നേ? எதுக்கலரே? 5-ാം അധ്യായം നോക്കിയാ മനസ്സിലാകും. 5வது அதிகாரத்தை பார்த்தா புரியும். ചർച്ച ഇപ്പൊ എന്തുപോലായെന്നറിയോ? இப்ப சர்ச்சை எப்படி தெரியுமா இருக்கு சபை? 5-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ 26-ലും அதனுடைய 15வது வசனம் 26வது வசனம் 5வது அதிகாரத்திலே ചർച്ച സ്ഥാപിച്ചിട്ട് അങ്ങോട്ട് മാറിയേ ഉള്ളൂ. அவர் சபையை ஸ்தாபித்து இப்பதான் அங்கிருந்து போனார். നിങ്ങൾ അന്യോന്യം
കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുള്ളൂ. நீங்கள் ஒருவருக்கு ஒருவர் கடிக்கும்படிக்கு அல்லது தின்கும்படிக்கு நீங்கள் காரியங்களை செய்தால் நீங்கள் அழிந்து போவீர்கள், அதற்கு துணியாதீர்கள் എന്ന് പറഞ്ഞാൽ ഈ യേശുവിനെ സ്വീകരിച്ച കൂട്ടം ഇപ്പൊ സൂ പോലായി. இயேசுவை ஏற்றுக்கொண்ட இந்த ஒரு கூட்டம் இப்பொழுது ஒரு ஜூ மாறிவிட்டது. ഇങ്ങോട്ട് അടുത്തോട്ട് വരുമ്പോഴ് கிட்ட வரும்போது விதமான சத்தத்தை போட, முரட்டுத்தனமான சத்தம். അന്യോന്യം കടിക്കുകയും തിന്നുകളയും, ஒருவருக்கொருவர் கடித்து கொதறுவது போல. ആരാ ഇവിടെ കടിക്കുന്ന തിന്നുകളയുന്നു? யாரு இந்த மாதிரி கடித்து தின்றாங்க? യാക്കോബിന്റെ കൂട്ടരെല്ലാം കൂടെ വന്ന് പത്രോസും ആ കപടതയിൽ കയറി ജാതികളെ കടിക്കാൻ നിൽക്കുക. நாம் பார்க்கிறோம், இந்த யாக்கோபும் கூட்டம் வந்த உடனே பேதுரும் அவனோடு கூட இருந்தவர்களும் இந்த மாயத்தினாலே இவர்களை கடித்து தின்ன பார்க்கிறாங்க. പാവം ജാതികൾ വിളിച്ചു പറയാ, യേശുവിനാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ അജ്ഞതയിൽ ജീവിച്ചവരാണ്, ഞങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ജീവിച്ച, അയ്യോ ഞങ്ങളെ യേശു ഞങ്ങളെ രക്ഷിച്ചേ. പക്ഷെ ഇവര് മുറുമുറുത്തോണ്ട് ഇത് മാത്രം പോരാ, പരിച്ഛേദന വേണം, ഇത് മാത്രം പോരാ, പ്രത്യേക ദിവസങ്ങൾ അനുസരിക്കണം, 4-10 കാലങ്ങളും ജൂയിഷ് കലണ്ടറൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, ശബത്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. പാവം ജാതികൾ ചിന്തിക്കുക, അയ്യോ അപ്പൊ യേശു മാത്രം പോരെ, യേശു മാത്രം പോരാത്തൊരവസ്ഥയെ കൊണ്ടുവന്ന് വെച്ചു. இந்த ஜனங்களானவங்க சொல்றாங்க, இயேசுவினால நாங்க ரட்சிக்கப்பட்டோம், அந்நிய தெய்வங்களை விட்டு ஆண்டவர் கொண்டு ரட்சிப்புக்குள்ளாக நாங்க வந்தோன்றலாம் அவங்க ஆண்டவரை குறித்து பேசும்போது இவங்க சொல்றாங்க, அப்படியெல்லாம் அதனால எல்லாம் போராது, யூதர்கள் இவருடைய கலண்டர் இவ்விதமான ஆச்சாரங்களை எல்லாம் நீங்கள் கீழ்ப்பட்டு வாழ வேண்டும் சொல்லும் பொழுது அப்போ இயேசு மட்டும் போராதா என்கிற ஒரு சிந்தனை அவர்களுக்குள்ளாக வருகிறது. 5:21 പിന്നെയും 5:15 മാത്രമല്ല, 5:26 നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അഭിമാനികൾ. 26வது வசனத்திலே நாம் பார்க்கிறோம், வீணான புகழ்ச்சிக்காகவும் வெறுமையான காரியங்களுக்காகவும் ஒருவர் மேல் ஒருவர் பொறாமை உள்ளவர்களாய் இருக்கிறோம் என்று எழுதுகிறார். ഇന്നുണ്ടോ ഇങ്ങനെയുള്ളവര്? இன்னைக்கு இப்படி எல்லாம் இருக்கிறீங்களா? കർത്തൃമേശ സമയത്ത് അങ്ങനെയുള്ളവരുടെ നോട്ടം ചപ്പലിട്ടായിരുന്നല്ലേ. திருவிருந்து நடக்கும் பொழுது அவங்க பாக்குறாங்க, ஓ ചപ്പൽ போட்டிருக்காங்களா? കൊച്ചു വേറെ വേറെ ഗ്ലാസ്, അയ്യോ ഒറ്റ ഗ്ലാസ്സിൽ, അയ്യോ മാറിപ്പോ, എന്നാ എനിക്ക് വേണ്ട. அந்த வேற வேற கிளாஸ்ல கொடுக்கறாங்க, ஒரு கிளாஸ் அப்ப எனக்கு வேண்டாம். കസാലയിൽ ഇരുന്നോണ്ടൊക്കെയാണോ ഇപ്പൊ കർത്തൃമേശ എടുക്കുന്നത്? താഴെ മുട്ടുകുത്ത്. நீங்க நாற்காலியில உட்கார்ந்தா திருவிருந்து எடுக்கிறீங்க, முழங்கால் போட வேண்டாமா? ബണ്ണാണോ? ഒറ്റ അപ്പത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞപ്പോ ബണ്ണായോ? ஒரு அப்பத்தின் அவகாசிகள் என்று சொல்லும் பொழுது இப்போ பண்ணாது. ഉപവാസം എന്ന് പറഞ്ഞാൽ വൈകിട്ട് കഴിച്ചോണ്ടാണോ? അതൊക്കെ എന്താ ഉപവാസം? ഉപവാസം ചൊല്ലുമ്പോൾ സായങ്കാലം സാപ്പിട്ടുകിട്ട ഉപവാസം ഇരുപ്പീங்க, അതെന്നാ ഉപവാസം? അല്ല, ഈ വെള്ളയിൽ എന്തോ ഒരു വര, വെള്ളയായിട്ട് തന്നെ ഇടണം കേട്ടോ. അതെന്നാ വെള്ളയിലെ ഒരു കോഡ്, വെള്ളയാതാണ് ഇറക്കണം. ഇങ്ങനെ നടക്കുക ഊടാടി, இப்படி தேடி தேடி ஊடாடி சுத்தி வராங்க. ഇങ്ങനെയുള്ളവരെ കാണാം. ഈ വലിയ വിളമ്പുന്ന, അതിനെന്തുവാ പാസ്റ്റർ പറയുന്ന വലിയ ഉരുളി, ചെമ്പിന്റെ അടുക്ക കാണും, അങ്ങോട്ട് നോക്കി. அங்க அவங்க இந்த மாதிரி ஆளை பார்க்கணும். நீங்க பெரிய இந்த உணவு செய்யற பாத்திரம் இருக்கு இல்லையா, அந்த பாத்திரத்துல போய் பார்த்தா போதும், திரும்பி நின்றுட்டு இருப்பாங்க. எல்லாரும் புறைய நடக்க, കഴിക്കച്ച எல்லாரும் பின்னாடி போய் சொல்றாங்க, நான் இன்னைக்கு உபவாசம். എന്നാ ഈ ചെമ്പിന്റെ അവിടെ നിന്ന് മാറി നിൽക്കണ്ടേ? அப்ப இந்த பாத்திரத்துல இருந்து விலகி நிக்கலாம். അങ്ങനെ മാറി നിന്നാ മാർക്കറ്റ് കിട്ടുന്നില്ല. அப்படி தள்ளி போயிட்டு அவருக்கு மார்க்கெட் கிடைக்கும். അവിടെ നിന്ന് എല്ലാരെയും ധരിപ്പിക്കണം, ഞാൻ ഇന്ന് ഉപവാസമാണ്. നിന്ന് வரவங்க எல்லாரும் புரியணும், இவர் இன்னைக்கு உபவாசம். ഷൂ ഇട്ടവരെല്ലാം പോരാ, ஷூ போட்டவங்க எல்லாம் போராது. ഒരപ്പമല്ലേ പോരാ, ഒരു അപ്പം ഇല്ലനാ പോരാത്. പാട്ട് ഇംഗ്ലീഷ് പാട്ട് പാടി പോരാ, മലയാളത്തിൽ തന്നെ. ചിലർ ചിന്തിക്കുന്നത് അവിടെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ട് മലയാളികൾക്ക് വേണ്ടി. ആംഗലത്തിലെ പാടിന അതെല്ലാം മുടിയാതെ, മലയാളത്തിലதான் பண்ண. ஏன்னா சிலவங்க நினைக்கிறாங்க அங்க தனியா ஒரு அறை மலையாளிகளுக்குனே ஒதுக்கப்பட்டிருக்கு. ഞാൻ ഇങ്ങനെയുള്ളത് അമേരിക്ക വരെ പോയി കണ്ടു. ഇങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അമേരിക്കാവിലെയും പോയി பார்த்திருக்கேன். അവിടെ പോയി ജോലി ചെയ്യുന്നിടത്ത് ഇംഗ്ലീഷ് പറയാം, அங்க போய் வேலை செய்தா ஆங்கிலம் சொல்லலாம். പിള്ളേരെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് സ്കൂളിലാണ്. പിള്ളേകളെയും ആംഗല പള്ളിക്കൂടത്തിൽ പഠിக்க வைப்பாங்க. ആ പ്രൊനൗൺസിയേഷനും സ്ലാങ്ങും ഒക്കെ പഠിച്ച് നല്ല എടുക്കാം. പക്ഷെ ഞായറാഴ്ച വരുമ്പോ പറയും മലയാളം പാടണേ എന്ന് പറഞ്ഞൊരു കാര്യം. ஆனா நான் பார்க்கிறோம், அதையெல்லாம் சொல்லுவாங்க, அமெரிக்க பாஷையிலையும் பேசுவாங்க. ஆனா ஞாயிற்றுக்கிழமை சபைக்கு விழும் பொழுது மலையாளத்துல தான் நீங்க சொல்லணும் அப்படின்னு சொல்லிட்டு 2 கண்ணீரையும் விடுவாங்க. പാസ്റ്ററോട് പ്രത്യേകം പറയണേ, ഇംഗ്ലീഷ് വാക്യൊന്നും വായിക്കരുത്, മലയാളത്തിൽ കേൾക്കണം. பாஸ்டர் கிட்ட நீங்க எடுத்து சொல்லணும், ஆங்கிலத்துல எல்லாம் வாசிக்கணும், മലയാളത്തെ കേൾക്കണം. യൗവനക്കാർക്ക് മലയാളം മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് വായിക്കുമ്പോ പുറയുന്നോണ്ട് പറയാ
മലയാളം കേട്ട് കേട്ടങ്ങ് ശീലിച്ച് അവിടുത്തെ ബൈബിളല്ലേ ഇത് മേളിൽ നിന്ന് ഇട്ട മലയാളം ട്രാൻസ്ലേഷൻ. வாலிபர்களுக்கு ஆங்கிலம் தான் புரியும். அதுல ஆங்கிலத்தில் சொல்லும் பொழுது பின்னாடி இவங்க உட்கார்ந்து சொல்லுவாங்க, பாஸ்டர் மலையாளத்துல சொல்லுங்க, அப்பதானே புரியும். ஏன்னா அங்கிருந்து ஆண்டவர் மலையாளத்துல தானே பைபிள் கொடுத்தாரு. മലയാളം സ്പിരിറ്റിനെ കാട്ടി വലുതാണ് ഹോളി സ്പിരിറ്റ്. മലയാള ആവിയെ കാട്ടിലും പെരുത് പരിശുദ്ധാവിയാണവർ. എന്റെ പേഴ്സണൽ കൺവിക്ഷൻസ്, പേഴ്സണൽ പരിചയങ്ങളെ കാട്ടി വലുതാണ് കിങ്ഡം ഓഫ് ഗോഡ്. என்னுடைய தனிப்பட்ட சிந்தனைகள் நம்பிக்கையை காட்டிலும் பெரிதானது தேவனுடைய ராஜ்யம். ഞാൻ പരിചയിച്ച ഒരു ശീലി കാണും, ആ ശീലം ഞാൻ തുടർന്നോ ഇതൊരാടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിന്നാൽ അവനോട് പറയുക, ക്രിസ്തു പോരാ, നീ എന്നെ പോലാണ്. நான் செயல்பட்ட சில முறைகள் உண்டு, அந்த முறைகளை மற்றொரு நபரும் கடைபிடிக்க வேண்டும் என்று நினைக்கும் பொழுது அது சரியான ஒரு வழி அல்ல. கிறிஸ்துவுக்குள்ளாக വേർതിരിവ്, ഭാഷയുടെ സംസ്കാരത്തിന്റെ പേരിൽ കാണിക്കുന്ന വേർതിരിവ് യേശുവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തവൻ കാണിക്കുന്നതാണ്. நாம் பார்க்கிறோம், சபைக்குள்ளாக வரும் பொழுது விதமாக வகத்திரிவு உண்டாக்குவது, பாஷையை குறித்து பேசுவது இயேசுவோடு உறவில்லாதவர்கள் செய்கிற காரியம். യേശുവുമായി ബന്ധമുള്ളവൻ പറയും, യേശുവിൽ യഹൂദനും യവനനുമെന്നില്ല, സ്ത്രീ പുരുഷനെന്നില്ല, പണമുള്ളവൻ പണമില്ലാത്തവനെന്നില്ല, എല്ലാവരും ഒന്നാണ് യേശുവിൽ. இயேசுவுக்குள்ளாக உண்மையாய் இருக்கிறவன் சொல்லுவான், யூதரும் ஜாதியும் கிடையாது, பணம் இருக்கிறவன் பணம் இல்லாதவன் கிடையாது, யாவரும் ക്രിസ്തുവുക്കുള്ളാക ഒരുവരേ. സുവിശേഷം എന്ന് പറയുന്നത് ഒന്നിപ്പിക്കുന്ന സദ്വർത്തമാനമാണ്. സുവിശേഷം എന്നത് ഒരുമൈപ്പെടുത്തുന്ന കാര്യം. യഹൂദനെയും യവനനെയും ഒരുപോലെ ക്രൂശിന്റെ ചുവട്ടിൽ കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. യൂദர்களையும் മറ്റ് യാവരെയും ഒരേ വിധமாக സിലുവൈ അണ്ണയിൽ കൊണ്ടുവരുവതേ സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു, യവനനും യഹൂദനും തത്വചിന്തകനും എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. அதனால்தான் பவுல் சொல்லுகிறார், யாவரும் இங்க சொல்லப்பட்ட சகல நபர்களும் பாவம் செய்து தேவ மகிமை விட்டு விலகி விட்டார்கள். ഇപ്പൊ മനസ്സിലായോ പൗലോസ് ദുഃഖിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പുരിഞ്ഞതാ പൗലോക്ക് ഏൻ ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അയ്യോ, സുവിശേഷത്തെ ചൊല്ലി ഞാൻ ഇപ്പതാണ് ഇങ്ങനെ പോകുന്നത്. യേശുവിലൂടെ രക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയതേ. യേശുവിൻ മൂലമായി താൻ രക്ഷിപ്പെന്ന് ചൊല്ലി ഇപ്പതാണ് പോകുന്നത്. യേശുവിലൂടെയാണ് വില കൊടുത്തതെന്ന് പറഞ്ഞതേ ഉള്ളൂ. യേശു മൂലമായി താൻ വില കൊടുക്കപ്പെട്ടതെന്ന് ഇപ്പതാണ് சொன்னேன். പറഞ്ഞു മാറുന്നതിന് മുമ്പ് പോരിന് വിളിക്കാൻ തുടങ്ങി. இந்த இடத்துல சொல்லி விலகின உடனே அவங்களுக்குள்ள சண்டை. യേശു വേണം, അതിന്റെ കൂടെ എന്റെ പരിചയവും വേണം. യേശുവും വേണോ, അതോടുകൂടെ என்னுடைய இந்த காரியங்களும் தேவை. ഇതിന്റെ കൺക്ലൂഷൻ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാം? ഇതിനുடைய കടസിയാക പൗൽ என்ன சொல்றாரு தெரியுமா? 5:6 അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ 5:6 6:15 ഞാൻ പറഞ്ഞിട്ട് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യണം. 5:6 വസനവും 6:15 6வது அதிகாரம் 15வது வசனத்தையும் 3 முறையாவது அண்டர்லைன் செய்து வைங்க. അല്ല, അതും ഞാൻ പറയാം, ഇതിന്റെ ഇടയ്ക്ക് അണ്ടർലൈൻ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ அது நான் சொல்றேன், அண்டர்லைன் பண்ற உங்களுக்கு ஒரு வழக்கம் இருந்தா பண்ண போதும். ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അയ്യോ മൊത്തം അണ്ടർലൈൻ ആണല്ലോ, ദൈവവചനത്തിലാണോ ഈ വരച്ചേക്കുന്നത്? சிலவங்க அப்படி இப்படியும் பாப்பாங்க, மொத்தமே அண்டர்லைன் தான், தேவனுடைய வார்த்தையில தான் இது பண்ணிருக்காங்களா? പ്രശ്നങ്ങളുടെ കിടപ്പ് കണ്ടോ? எப்படி எல்லாம் பிரச்சனை உருவாகுது தெரியுமா? അണ്ടർലൈൻ ചെയ്യുന്നത് പ്രശ്നം, இங்க அண்டர்லைன் செய்யறது பிரச்சனை. കറുത്ത ബ്രൗൺ ബൈബിൾ. കറുത്ത ബൈബിൾ അല്ലേ? ஐயோ, பைபிள் கருப்பா தானே இருக்கணும். എന്തൊക്കെ കേൾക്കണം என்ன எல்லாம் தெரியுமா? 5:6 എന്താണ്? 5:6 என்ன சொல்லப்பட்டிருக்கு? ക്രിസ്തുവേശുവിൽ, ക്രിസ്തു യേശുവിനിടത്തിൽ പരിച്ഛേദനയല്ല, വൃദ്ധസേദനവുമല്ല, അഗ്രചർമ്മവുമല്ല, അവിധமான മറ്റു കാര്യങ്ങളുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അൻപിനാൽ ക്രിയ ചെയ്യുന്ന വിശ്വാസമേ ഉദവും. ഇവിടെ പരിച്ഛേദനയുടെ കാര്യമല്ല, இந்த இடத்துல വൃദ്ധഛേദനമല്ല, ഇവിടെ പരിചയങ്ങളുടെ കാര്യമല്ല, ഒരുവരെ അറിയുന്ന കാര്യമല്ല, ഇവിടെ എന്റെ സംസ്കാരത്തിന്റെ കാര്യമല്ല, എന്നുடைய നടപടികൾ കാര്യമല്ല, ഇവിടെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ കാര്യം മാത്രമേ വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകാവൂ. ക്രിയ ചെയ്യുന്ന വിശ്വാസമേ ഉദവും. 6:15 6:15 പരിച്ഛേദനയല്ല. ഇങ്ങയും ചൊല്ലപ്പെട്ടിരിക്കുന്ന കാര്യം ഇവിധം വൃദ്ധഛേദനവുമല്ല, അഗ്രചർമ്മവുമല്ല, ഇവിധமான വൃദ്ധഛേദനമുള്ള കാര്യങ്ങളുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുതു സൃഷ്ടിയെ കാര്യം. പുതിയ സൃഷ്ടികളാക്കപ്പെട്ടവർ,
പുതു സൃഷ്ടിയായി മാറ്റപ്പെട്ടവர்கள் ഒരിക്കൽ പോലും വേർതിരിവിന് കൂട്ടുനിൽപ്പാൻ ഒക്കത്തില്ല. அவர்கள் இவ்விதமாக காரியங்களை பிரிப்பதற்கு கூட்டு சேர மாட்டாங்க. ഒരിക്കൽ പോലും ജഡീകനായി സംസാരിക്കാൻ ഒക്കത്തില്ല. அவர்கள் ஒரு நாளிலேயும் அவருடைய மாம்சத்துல பேச மாட்டாங்க. പുതിയ സൃഷ്ടി അയക്കപ്പെട്ടവന് പിണക്കം, ഈർഷ്യ, ക്രോധം, ദ്വന്ദ്വപക്ഷം ഇതിന്റെ സൈഡിൽ പോയി നിൽക്കാൻ ഒക്കത്തില്ല. நாம் பார்க்கிறோம் இவ்விதமான புது சிருஷ்டியாய் இருக்கிறவனுக்குள்ளாக இவ்விதமான கோபமும் வெறுப்பும் அவனுக்குள்ளாக கசப்பின் அனுபவங்களும் உண்டாகாது. നമ്മുടെ ലോക്കൽ ചർച്ചുകളിൽ ആരെങ്കിലും വേറൊരു സ്വരം കൊണ്ടുവന്നാൽ എല്ലാവരും ഒരുമിച്ച് തിരിച്ചറിയണം, ഇത് ദൈവരാജ്യത്തിന്റെ ലാംഗ്വേജ് അല്ല, ഇത് ആത്മാവിന്റെ ഐക്യതയ്ക്ക് തടസ്സമാണ് ഈ അഭിപ്രായം. இவ்விதமாக நம்முடைய சபைக்குள்ளாக வேற ஒரு சத்தத்தில் ஒருவர் வந்தால் நாம் தேவ சபையாளர்கள் புரிந்து கொள்ள வேண்டும், இது ஆவியினாலே உண்டாகிற காரியம் அல்ல, சபைக்கு விரோதமான காரியம். അത് പത്രോസും ബർന്നബാസും കൂടി ചേർന്ന് പറഞ്ഞാലും കപടമാണ്. அது பேதுருவும் பர்னபாசும் ஒன்றாக செய்தாலும் മായമാനതുதான். ക്രിസ്തുവേശുവിൽ ഏക ശരീരമായി തീരുമാറ് ഏക പ്രത്യാശയിലേക്ക്, ഏക ക്രിസ്തു, ഏക സ്നാനത്താൽ, ഏക വിശ്വാസത്താൽ നമ്മളെ ഒന്നാക്കിയിരിക്കുന്നു. கிறிஸ்துவுக்குள்ளாக ஒரே நம்பிக்கைக்குள்ளாக, ஒரே எதிர்பார்ப்புக்குள்ளாக, ஒரே விசுவாசத்துக்குள்ளாக நம்மை ஒருமைப்படுத்தி இருக்கிறார். സഭകളിൽ ഭിന്നതയ്ക്ക് സ്ഥാനമില്ല. സഭയ്ക്കുള്ളാക വിധமாக പിരിവുണ്ടാകാൻ, സഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ചലിക്കുന്ന വർഷമാണ് 2025. സഭകൾക്കുള്ളാക ദേവനുடைய ആവിയാനவர் വല്ലമായായി செயல்படுகிற வருடமே 2025. നമ്മൾ പോരടിച്ചിരിക്കേണ്ടവരല്ല, നമുക്കൊരു പോരാട്ടം വെളിയിലുണ്ട്. ആത്മാക്കളെ നേടുന്ന വർഷമാകട്ടെ 2025. 2025 സഭയ്ക്കുള്ളാക ഉള്ള പോരുകൾ, പോരാട്ടങ്ങൾ അല്ല, ആത്മാക്കളെ നാം ദേവനുക്കാக രാജ്യത്തിൽ കൊണ്ടുവരിക. നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം നിങ്ങൾ ഒരുമിച്ച് വരുമ്പോ അങ്ങ് സംഖ്യയിൽ തന്നെ ഒരു വർധനവ് ഈ സെന്ററിന് തരുമെന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? എത്ര പേർ നമ്പറിംഗ് അടുത്ത വർഷം വരുമ്പോൾ இந்த எண்ணிக்கையை காட்டிலும் அதிகமான எண்ணிக்கை இந்த சென்டர்ல ഉണ്ടാകും என்று തിരുവചനത്തിന് ശക്തിയുണ്ട്. തീരുമാനങ്ങൾക്കുള്ളാക വല്ലമയുണ്ട്. സുവിശേഷത്തിന് ശക്തിയുണ്ട്. സുവിശേഷത്തുക്കുള്ളാക വല്ലമയുണ്ട്. ഇന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ, നാം ഇന്ന് വിശ്വാസിക്കാൻ തയ്യാറാണ്, നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളെ യേശു സൗഖ്യമാക്കും. നാം കൈവച്ച് ജപിക്കുന്ന വ്യാധിസ്ഥர்கள் ഗുണമാവാர்கள். നമ്മൾ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന വീടുകളെ കർത്താവ് അവകാശം തരും. നാം വിരൽ കാട്ടി ജപിക്കുന്ന വീടുകളെ കർത്തർ കൊടുപ്പാർ. സഭാ വളർച്ചയുടെ കാലം തീർന്നു പോയിട്ടില്ല. നാം സഭയുടെ വളർച്ചയുടെ കാലം മുടിയവില്ല. നമ്മളൊന്ന് ഐക്യമത്യപ്പെട്ടാൽ, നാം ഒരുമനപ്പെട്ടാൽ, നമ്മൾ ഏക മനസ്സുള്ളവരായ, നാം ഒരേ മനതാണ്, നമ്മൾ എല്ലാവരും തിരിച്ചറിയുക, നമുക്ക് പോരാട്ടമുള്ളത് അന്യോന്യമല്ല, നമുക്ക് പോരാട്ടമുള്ളത് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ, നാം ഒരു കാര്യത്തെ പുരിഞ്ഞുകൊണ്ടാൽ നമുക്ക് ഒരുവരുക്കൊരുവർ അല്ല പോരാട്ടം இந்த ഉലകത്തിൻ അന്ധകാര ശക്തികളോടും ഉലകത്തിൻ അധിപനോടും എന്ന് നാം പുരിഞ്ഞുകൊണ്ടാൽ, അത് തിരിച്ചറിഞ്ഞാൽ ഈ യുദ്ധത്തിനായിട്ടുള്ള ആത്മശക്തിയെ ദൈവം നമ്മുടെ മേൽ പകരും. அதை நாம் புரிந்துகொண்டால் இந்த யுத்தத்துக்கு தேவையான ஆவிக்குரிய வல்லமையை கர்த்தர் நம்மை பகிர்ந்து கொள்வார். അത് ഇന്നത്തെ പകലിൽ ദൈവം നമ്മുടെ മേൽ പകരും. அது இந்த காலையில தேவன் கொடுக்க போகிறார். നമ്മളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മை பரிசுத்தப்படுத்துகிற பரிசுத்தாவியானவர், നമ്മളിൽ പുതിയ നിയോഗങ്ങൾ തരുന്ന പരിശുദ്ധാത്മാവ്, நமக்குள்ளாக புதிய நோட்டுகளை தருகிறவர், നമ്മുടെ ദുരഭിമാനങ്ങൾ മാറ്റുന്ന പരിശുദ്ധാത്മാവ്, நமக்குள்ளாக இருக்கிற தேவையற்ற சிந்தனைகளை எடுக்கிறவர், നമ്മളിൽ സ്നേഹം തരുന്ന പരിശുദ്ധാത്മാവ്, நமக்குள்ளாக அன்பை கொண்டு வருகிறவர், നമ്മളിൽ കരച്ചിൽ തരുന്ന പരിശുദ്ധാത്മാവ്, நமக்குள்ளாக കണ്ണീரை கொண்டு வருகிறவர். ആ പരിശുദ്ധാത്മാവേ എന്റെ മേൽ വരണമേ എന്ന് നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കും? அந்த ஆவியானவர் என்மேல் வர வேண்டும் என்று எவ்வளவு பேர் விரும்புறீங்க? ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കാമോ? எல்லாரும் கண்களை மூடி என்னோடு கூட ஜெபிப்பீர்களா? ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ? சத்தம் உயர்த்தி ஜெபிப்பீர்களா? ദൈവമേ ഞങ്ങളുടെ സഭകളിൽ ചലിക്കണമേ, தேவனே என்னுடைய சபைகள் ஜலிக்கட்டும், ഞങ്ങളുടെ സഭകളെ ഐക്യമത്യപ്പെട്ട് ഒരുമിപ്പിക്കണമേ, எங்கள் சபைகளை ஒருமனப்படுத்த வேண்டும். ഞങ്ങളുടെ വാക്കുകളിൽ ഇടർച്ചയുടെ സ്വരം വരാതെ ആത്മാവിന്റെ ശബ്ദമാക്കി ഞങ്ങളെ ഈ തലമുറയിൽ രൂപപ്പെടുത്തണമേ.
പ്രിയ ദൈവമക്കളെ, ഞാൻ ആ വാക്ക് ഒരു പ്രാവശ്യം കൂടെ പറയാൻ പോവാണ്. அருமையான தேவ பிள்ளைகளை, நான் அந்த வார்த்தை மறுபடியும் ஒரு முறை சொல்ல போகிறேன். ഇവിടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ കപടമുണ്ടെങ്കിൽ, കപടം, உங்களுடைய யாராவது வாழ்க்கைக்குள்ளாக இந்த விதமான தவறான நோக்கங்கள் இருந்தால், വെള്ള ഇട്ടിട്ടുണ്ട് പക്ഷെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തെ ആരും കണ്ടിട്ടില്ല ഇതുവരെ. வெள்ளை போட்டிருக்கிறோம், ஆனா உள்ளே இருக்கிற உள்ளத்தை யாரும் இதுவரையும் பார்க்கவில்லை. ഈവൻ സ്വഭാവത്തിൽ പോലും വേണ്ടവണ്ണം രൂപാന്തരം വന്നിട്ടില്ല. സ്വഭാവത്തിൽ கூட தேவையான மாற்றங்கள் உண்டாகவில்லை. മീശ വടിച്ചിട്ടുണ്ട് പക്ഷെ ഹൃദയം മാറിയിട്ടില്ല. மீச இல்லை, ஆனா உள்ளம் மாறவில்லையே. മുങ്ങിപ്പൊങ്ങിയിട്ടുണ്ട് പക്ഷെ ഹൃദയം മാറിയിട്ടില്ല. உலகி எழுந்திருக்கிற உள்ளம் மாறவில்லையே. കപടം അപകടമാണ്. நமக்குள்ளாக இருக்கிற தவறான சிந்தனைகள் ஆபத்து. കപടതയെ ന്യായം വിധിക്കുന്ന സ്വർഗമുണ്ട്. நாம் பார்க்கிறோம், இதை நியாயம் தீர்ப்பு காணக்குள்ளாக എനിക്ക് കപടത വേണ്ട എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് പോകാവുള്ളൂ. எல்லாரும் இன்னைக்கு சொல்லணும், இந்த மாதிரி சுபாவம் எனக்கு வேண்டாம்னு சொல்லிட்டு தான் போகணும். അറിഞ്ഞോ അറിയാതെയോ എന്നിൽ കപടം വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ദൈവമേ. ഇവിധமான ചിന്തകൾ எனக்குள்ளாக വന്നിരുന്നാൽ என்னை മன்னிയും. വിശുദ്ധനായ ദൈവത്തിന് ചേരാത്ത സ്വഭാവം എന്നിൽ നിന്ന് അകറ്റണമേ ദൈവമേ. പരിശുദ്ധവാനായി ഇരിക്കുന്ന ദേവനുക്ക് വിരുപ്പമില്ലാത്ത സ്വഭാവങ്ങൾ എന്നെ വിട്ട് അകറ്റും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽപ്പோம் ആண்டവരുടെ സമൂഹത്തിൽ. അനുഗ്രഹീതമായ ഒരു പാട്ടിന്റെ വരികൾ നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ആശീർവദിക്കപ്പെട്ട പാടലിന്റെ ഒരു വരിയെ പാടി ദൈവത്തെ നമ്മൾ വ്യത്യസ്ത സംസ്കാരം, സമുദായം ഇതിലൊക്കെ വിട്ടിറങ്ങിയത് ലോകെ ഞാൻ നോട്ടം തികച്ചു. എങ്ങോട്ടാ? സ്വർഗ ഗേഹ വിരുദിനായി. നാം സകലത്തെയും വിട്ടു വന്നത് എதற்காக? இந்த உலகத்தின் ஓட்டம் எதற்காக? பரலோகத்தை சென்று சரியாக അടയുம்பടി. ലോകെ നമ്മൾ ഓട്ടം തുടങ്ങിയത് സുവിശേഷത്തിന്റെ ചൊവ്വായി നടക്കുന്നത് ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടിയല്ല, സ്വർഗ ഗേഹ വിരുദിനായി. இந்த உலகத்துக்குள்ளாக இந்த சுவிசேஷத்தை கேட்டு வந்தது இந்த உலகத்தில் இருப்பதை எதுவும் பெற்றுக்கொள்வதற்கல்ல, பரலோகத்தில் இருப்பதை பெற்றுக்கொள்ளவே. നിത്യതയുടെ പ്രത്യാശ എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്ന് പറയുന്നവർ കൈകളെ ഉയർത്തി ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? നിത്യ ജീവനിൽ அந்த വാഞ്ചിനെ കരങ്ങളെ ഉയർത്തി ദേവനുക്ക് മഹിമ സെലുത്തുங்கள். കരങ്ങളെ ചേർത്തടിച്ചു പാടാം. ലോകെ ഞാൻ നോട്ടം തികച്ചു. കരങ്ങളെ തട്ടി இந்த പാടൽ വരികളെ നാം പാടി ദേവനെ മഹിമപ്പെടുത്തുவோം. ലോകെ ഞാൻ തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. പ്രത്യാശയോടെ പാടാം. ഞാൻ എന്നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. പറത്തിടും ഞാൻ മരുരൂപമായി പരനേശുരാജൻ സന്നിധോ. പറത്തിടും ഞാൻ മരുരൂപമായി പരനേശുരാജൻ സന്നിധോ. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ. ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർഗമണഞ്ഞിരുന്നേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർഗമണഞ്ഞിരുന്നേ. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധനായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാദൻ പേർക്കായി സേവ ചെയ്തതാ നാദനെ മാനിക്കുവാനാ. നാദൻ പേർക്കായി സേവ ചെയ്തതാ നാദനെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും നിരങ്ങളാൽ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും നിരങ്ങളാൽ. ദൂരസംഗമാകവേ
പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ ലോകയാനൻ ഓട്ടം തികച്ചു ഓ വിരുദ്ധിനായി ലോകയാനൻ ഓട്ടം തികച്ചു വിരുദ്ധിനായി ഓ മറന്നിടും ഞാൻ മറുരൂപമേ സുരാജസന്നിധേ മറന്നിടും ഞാൻ മറുരൂപമേ സുരാജസന്നിധേ സത്യമാവേ പ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ പ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ദൂതസംഗമാകവേ ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടി ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഓ ശുഭ്രവസ്ത്രധാരിയായ Oh,